വിശുദ്ധിയില്ലാതെ, ഒരുക്കമില്ലാതെ, പ്രത്യേകിച്ച് കഠിനമായ പാപാവസ്ഥയിൽ കർത്താവിന്റെ തിരുശരീരം സ്വീകരിച്ചാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഞാനിപ്പോ കുർബാന സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്ത് വിചാരിക്കും, മനുഷ്യൻ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് നമ്മുടെ പേടി. പോയി സ്വീകരിക്കുന്ന ആരെയാണ്? ഈശോയാണ്. സ്വീകരിക്കുന്ന എങ്ങോട്ടാണ്? തോമസ് അക്വീനാസ് എന്ന് പറയുന്ന വിശുദ്ധൻ പറയുകയാണ്, അയോഗ്യതയോടെ കർത്താവിന്റെ തിരുശരീരം ഭക്ഷിക്കുന്നവൻ കുപ്പത്തൊട്ടിയിലേക്ക് ദിവ്യകാരുണ്യം വലിച്ചെറിയുന്നതിന് തുല്യമായ പാപമാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് സൗഖ്യം തരേണ്ട യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ, ദിവ്യകാരുണ്യം, ഞാൻ എത്ര ഭക്തിയോടെ, എത്ര ഒരുക്കത്തോടെ, എത്ര വിശുദ്ധിയോടെ ആണ് ഞാൻ ആ ദിവ്യകാരുണ്യത്തെ സമീപിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴുകാൻ അവസരമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മൾ തയ്യാറല്ല. നമ്മുടെ ഈ കേരളത്തിന്റെ അത്രയും ധ്യാനകേന്ദ്രങ്ങളുള്ള വേറെ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത്രയും പള്ളികൾ തൊട്ടുള്ള സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റലിയിൽ കാണുമായിരിക്കും, ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷേ വേറെ ഒരു പ്രദേശത്ത് ഇതുപോലെ പള്ളികളുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നമ്മുടെ വീടിന്റെ ഒരു 5 കിലോമീറ്ററോ 2 കിലോമീറ്ററോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും നമ്മുടെ റീത്തിൽപ്പെട്ട ഒരു ദേവാലയം കാണാം, കത്തോലിക്ക ദേവാലയം കാണാം, പറ്റും. ഇനി ധ്യാനകേന്ദ്രങ്ങൾ, 100-ലധികം ധ്യാനകേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. നിത്യാരാധന ചാപ്പലുകളുള്ള എത്ര ഫൊറോന പള്ളികളുണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങൾ എത്ര എണ്ണം ഉണ്ട്, സ്ഥിരമായിട്ട് കുമ്പസാരക്കാരനെ വെച്ചിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളും ഫൊറോന ദേവാലയങ്ങളും നമ്മുടെ നാട്ടിൽ എത്രയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഈശോ കാത്തിരിക്കുകയാണ് നമുക്ക്. പക്ഷെ നമ്മളെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല. ഈശോ പറയുന്ന ആ വചനം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നീ വലിയ ആളായിരിക്കും. പത്രോസിനോട് അതാണ് ഈശോ പറയുന്നത്. നീ ആദ്യത്തെ മാർപ്പാപ്പയാണ്, ശരിയാണ്, നിന്റെ കയ്യിൽ സ്വർഗത്തിന്റെ താക്കോല് കാണും, നീ ഇതും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോ, പക്ഷേ ഞാൻ നിന്നെ കഴുകാൻ നീ സമ്മതിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുഴപ്പം മുഴുവൻ ബാക്കിയുള്ളവർക്കാണ്. അങ്ങനെ ചിലർ ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ രോഗം അല്ലെങ്കിൽ അസ്വസ്ഥത ഈശോ എടുത്തു മാറ്റിയാൽ ആ വ്യക്തിയുടെ ബാക്കി എല്ലാ ജീവിത മേഖലകളിലും ഈശോയ്ക്ക് പെട്ടെന്ന് ഇടപെടാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈശോ പത്രോസ്ലിഹായോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനത്തിലാണ്. യോഹന്നാൻ 13:8. അത് നമുക്ക് അനേകം തവണ നമ്മൾ കേട്ടിട്ടുള്ള സുവിശേഷ ഭാഗമാണ്. ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സമയം പത്രോസ്ലിഹയുടെ അടുത്ത് ചെന്നു. അപ്പോൾ പത്രോസ് തടസ്സം പറഞ്ഞു, യേശുവേ, ഞാൻ നിന്റെ ശിഷ്യനാണ്, നീ എന്റെ ഗുരുവാണ്, നീ എന്റെ പാദം കഴുകാൻ ഞാൻ സമ്മതിക്കുകയില്ല. തടസ്സം പറഞ്ഞു. അപ്പോൾ ഈശോ പറയുന്ന ഒരു മറുപടി ഉണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 8-ാം വചനത്തിലാണ്. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധാപൂർവം കേൾക്കണം. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കുമ്പസാരം ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത് നമുക്ക് നല്ലതാണോ, അല്ലെങ്കിൽ ഇതൊരു ചടങ്ങ് മാത്രമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ തിരുവചനം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശോ പറയുകയാണ് പത്രോസിനോട്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, ഈശോ പറയുകയാണ്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരോടാണ് പറയുന്നത്? ഒന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. ആരോടാണ്? പത്രോസിനോടാണ് പറയുന്നത്. ഈ പത്രോസ് എന്ന് പറയുന്ന ആള് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നിസ്സാരക്കാരനാണോ? ആദ്യത്തെ മാർപ്പാപ്പ, ഈശോ കഴിഞ്ഞാൽ അടുത്ത മെയിൻ ആയിട്ടുള്ള ആള്. ഇനി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഈശോയുടെ ശിഷ്യന്മാരുടെ ഫോട്ടോ നിങ്ങൾ കാണുകയാണെന്ന് വിചാരിക്കുക. 12 ശിഷ്യന്മാരുടെ. പത്രോസിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പത്രോസ്, ഇന്നയാള് പത്രോസാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു കാരണം? അച്ഛൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യം ഞങ്ങളോട് ചോദിക്കരുത്, നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾക്ക് പറയാം, ഞാൻ വേറെ കാര്യങ്ങളല്ല ചോദിക്കുന്നത്, ബൈബിളത്തെ കാര്യമാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ഒരു പ്രത്യേകത പത്രോസിന്റെ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കുരിക്കാടിലെ ആൾക്കാർ എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങളൊന്ന് പറഞ്ഞ്. താക്കോലുണ്ട്, ശരിയാണ്.
താക്കോൽ ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾ പത്രോസാണ് നമുക്ക് പറയാൻ പറ്റും. 12 ശിഷ്യന്മാരെ നോക്കിയാൽ. അതെ, എന്തിന്റെ താക്കോലാണ് പറഞ്ഞോ? അല്ല, സ്വർഗത്തിന്റെ താക്കോലാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ചോക്കെ, സ്വർഗത്തിന്റെ താക്കോല് കയ്യിൽ കൊടുത്ത ആളോടാണ് കർത്താവ് പറയുന്നത്. എന്ത് പറയുന്നത്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. കുറച്ച് കിട്ടുമെന്ന് പറയുന്നുണ്ടോ? പങ്കില്ലെന്നാണ് പറയുന്നത്. പങ്കില്ല എന്നാണ് പറയുന്നത്. പങ്കില്ല. കർത്താവ് പറയുകയാണ്, നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, പത്രോസിനോട് ഈശോ അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ, ഞാൻ നിന്നെ കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഇതേ പത്രോസിനോടാണ് ഈശോ പറഞ്ഞത്, നീ ഇവിടെ കെട്ടുന്നതല്ല സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഇവിടെ അഴിക്കുന്നതല്ല സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ഇതേ പത്രോസിനോടാണ് ഈശോ സ്വർഗത്തിന്റെ താക്കോല് കൊടുത്തത്. ഇതേ പത്രോസിനോടാണ് ഈശോ പറഞ്ഞത്, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. അത്രയും ആദ്യത്തെ മാർപ്പാപ്പയോട് ഈശോ പറയുകയാണ്, ഞാൻ നിന്നെ കഴുകാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ, നീ സമ്മതിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളെ ഈശോ കഴുകുന്ന സമയമാണ് പരിശുദ്ധ കുമ്പസാരത്തിന്റെ സമയം. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ, യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈശോയുടെ രക്തമാണ് ഒരു മനുഷ്യനെ കഴുകി വിശുദ്ധീകരിക്കുന്നതെങ്കിൽ, നമുക്ക് സൗകര്യം കിട്ടിയിട്ടും നമുക്ക് ചുറ്റും ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടും, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്റെ പ്രിയപ്പെട്ടവരെ. ശരിക്കും ഇന്നലെ പറയേണ്ട കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ കേരളത്തിന്റെ അത്രയും ധ്യാനകേന്ദ്രങ്ങളുള്ള വേറെ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത്രയും പള്ളികൾ തൊട്ടുള്ള സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റലിയിൽ കാണുമായിരിക്കും, ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ വേറെ ഒരു പ്രദേശത്ത് ഇതുപോലെ പള്ളികളുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ നമ്മുടെ വീടിന്റെ ഒരു 5 കിലോമീറ്ററോ 2 കിലോമീറ്ററോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും നമ്മുടെ റീത്തിൽപ്പെട്ട ഒരു ദേവാലയം കാണാം, കത്തോലിക്ക ദേവാലയം കാണാം, പറ്റും. ഇനി ധ്യാനകേന്ദ്രങ്ങൾ, 100-ലധികം ധ്യാനകേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. നിത്യാരാധന ചാപ്പലുകളുള്ള എത്ര ഫൊറോന പള്ളികളുണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങൾ എത്ര എണ്ണം ഉണ്ട്, സ്ഥിരമായിട്ട് കുമ്പസാരക്കാരനെ വെച്ചിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളും ഫൊറോന ദേവാലയങ്ങളും നമ്മുടെ നാട്ടിൽ എത്രയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഈശോ കാത്തിരിക്കുകയാണ് നമുക്ക്. പക്ഷെ നമ്മളെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല. ഈശോ പറയുന്ന ആ വചനം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നീ വലിയ ആളായിരിക്കും. പത്രോസിനോട് അതാണ് ഈശോ പറയുന്നത്. നീ ആദ്യത്തെ മാർപ്പാപ്പയാണ്, ശരിയാണ്, നിന്റെ കൈ സ്വർഗത്തിന്റെ താക്കോല് കാണും, നീ ഇതും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോ. പക്ഷേ ഞാൻ നിന്നെ കഴുകാൻ നീ സമ്മതിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുഴപ്പം മുഴുവൻ ബാക്കിയുള്ളവർക്കാണ്. അങ്ങനെ ചിലർ ചിന്തിക്കും. അത് ദൈവം തരുന്ന ഒരു തോന്നലല്ല, അത് പിശാച് തരുന്ന ഒരു തോന്നലാണ്. നമ്മൾ മനസ്സിലാക്കണം, നിനക്ക് കുഴപ്പമില്ല. നമ്മൾ ഈശോയുടെ മുൻപിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് പോയി ഈ പാപസങ്കീർത്തനം ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ 1 പ്രാവശ്യം. ഇതിനായിട്ട് തന്നെ പോകണമെന്നില്ല, ഏതെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ അതിന്റെ കൂടെ ഒരു കുമ്പസാരം കൂടി നമ്മൾ നടത്തുക. ഇത് നമുക്ക് വളരെ ആവശ്യമാണ്. കാരണം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1 കൊറിന്തോസ് 11-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ, ഒരു വ്യക്തി അയോഗ്യതയോടെ പാപകരമായ അവസ്ഥയിൽ ഈശോയെ സ്വീകരിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് പൗലോസ് അപ്പസ്തോലൻ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരികയാണ്. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയോ അവന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്താൽ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. പൗലോസ് പറയുകയാണ്. ഇതൊരു തമാശ കാര്യമാണ്, നമ്മൾ ആലോചിച്ച് നോക്കിക്കേ. ആരെങ്കിലും അയോഗ്യതയോടെ, വിശുദ്ധിയില്ലാതെ, ഒരുക്കമില്ലാതെ, പ്രത്യേകിച്ച് കഠിനമായ പാപാവസ്ഥയിൽ കർത്താവിന്റെ തിരുശരീരം സ്വീകരിച്ചാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഞാനിപ്പോ കുർബാന സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്ത് വിചാരിക്കും, മനുഷ്യൻ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് നമ്മുടെ പേടി. പോയി സ്വീകരിക്കുന്ന ആരെയാണ്? ഈശോയാണ്. സ്വീകരിക്കുന്ന എങ്ങോട്ടാണ്?
തോമസ് അക്വീനാസ് എന്ന് പറയുന്ന വിശുദ്ധൻ പറയുകയാണ്, അയോഗ്യതയോടെ കർത്താവിന്റെ തിരുശരീരം ഭക്ഷിക്കുന്നവൻ കുപ്പത്തൊട്ടിയിലേക്ക് ദിവ്യകാരുണ്യം വലിച്ചെറിയുന്നതിന് തുല്യമായ പാപമാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് സൗഖ്യം തരേണ്ട യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ, ദിവ്യകാരുണ്യം, ഞാൻ എത്ര ഭക്തിയോടെ, എത്ര ഒരുക്കത്തോടെ, എത്ര വിശുദ്ധിയോടെ ആണ് ഞാൻ ആ ദിവ്യകാരുണ്യത്തെ സമീപിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴുകാൻ അവസരമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മൾ തയ്യാറല്ല. എന്നിട്ട് പൗലോസ്ലീഹ തുടർന്ന് പറയുകയാണ്, ആ വചനഭാഗം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. 1 കൊരിന്തോസ് 11:27 മുതൽ 30 വരെ 30-ാമത്തെ വചനം വളരെ ശക്തമായ ഭാഷയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇതുമൂലം എന്ന് പറഞ്ഞാൽ അയോഗ്യതയോടെയുള്ള പരിശുദ്ധ കുർബാന സ്വീകരണം വഴി നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ചിലർ മരിക്കാനും കാരണം ഇതാണ്. ഏത്? അയോഗ്യതയോടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നു. കാരണം ഇതാണ്. എന്താണ്? 3 കാര്യമാണ് പറയുന്നത്. നിങ്ങളിൽ പലരും രോഗികൾ, ദുർബലർ, ചിലർ മരിക്കാൻ. മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ശാരീരിക മരണം മാത്രമാണെന്ന് വിചാരിക്കരുത്. അതിനേക്കാൾ കൂടുതലായിട്ട് ആത്മാവിന്റെ മരണം. ആത്മാവ് ഒരു മരിച്ച അവസ്ഥയിൽ. ദൈവം അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പള്ളി, കൂദാശകൾ, പ്രാർത്ഥന, ആത്മീയ കാര്യങ്ങൾ, കുടുംബം, മറ്റു മനുഷ്യർ, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഇതിന് പറയുന്ന പേരാണ് ആത്മാവിലുള്ള മരണം. എനിക്ക് എൻ്റെ വയറ് നിറയ്ക്കണം, എനിക്ക് നന്നായിട്ട് വിശ്രമിക്കണം, എനിക്ക് എൻ്റെ ശരീരത്തിന്റെ കാര്യങ്ങൾ നടത്തണം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പ്രധാനപ്പെട്ടതല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിയാൽ നമ്മൾ മനസ്സിലാക്കുക, ആത്മാവ് ഏകദേശം തീർന്നു. കർത്താവ് പറയുകയാണ്, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ദിവ്യകാരുണ്യത്തെ അവഹേളിക്കുന്ന രീതിയിൽ അയോഗ്യതയോടെ പോയി കർത്താവിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവം എന്നൊക്കെ ഒരു കുമ്പസാരിക്കാനായിട്ടൊരു അവസരം നമ്മുടെ മുൻപിൽ വെച്ച് തരുന്നോ, നമ്മളത് പ്രയോജനപ്പെടുത്തണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ആത്മാവിന്, നമ്മുടെ ജീവന് ഇന്ന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എവിടെ പോകും? ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. വസ്തുക്കളുടെ കാര്യം വിട്, മനുഷ്യരോ, നമ്മൾ ആരെയൊക്കെ സ്നേഹിച്ചോ, ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ, ആരും ഉണ്ടാവില്ല. ഞാൻ തനിച്ചാണ്. പിന്നെ അതുകൊണ്ട് കർത്താവ് നമുക്ക് പാപമോചനം തരുവാനായിട്ട് നമ്മളെ ആഗ്രഹിച്ച് ഈശോ ഓരോ തവണയും കൊണ്ടുവരുമ്പോൾ നമ്മൾ അനുതാപത്തോടെ ഈ കൂദാശയെ സമീപിക്കണം. ധൂർത്തപുത്രനെ പോലെ നമ്മൾ തിരിച്ചു വരണം. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തരും. ഇന്നലെ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഈശോയ്ക്ക് ഇടപെടാൻ വളരെ എളുപ്പമാണ് പ്രിയപ്പെട്ടവർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു ചേട്ടൻ അട്ടപ്പാടി സഹീവൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതായത് ഈ ചേട്ടന്റെ വീട് ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരിങ്ങാലക്കുട. അവിടെ നിന്നും ഈ ചേട്ടനും ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പല ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം കൂടാൻ പോകും. അങ്ങനെ പല സ്ഥലത്തും പോകും. കുറേ ധ്യാനങ്ങൾ കൂടി. പക്ഷെ ഇവരുടെ പല കാര്യങ്ങളിലും അങ്ങോട്ടൊരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അപ്പൊ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ നിർബന്ധിക്കും പോകും. അങ്ങനെ ഒരു ധ്യാനത്തിന് പോകാം, അട്ടപ്പാടിയിൽ പോകാം എന്ന് പറഞ്ഞ് ചേച്ചി നിർബന്ധിച്ചു. അപ്പൊ ചേട്ടൻ ചേച്ചിയോട് പറഞ്ഞു, ഞാനിപ്പോ നീ പറഞ്ഞത് കേട്ട് കുറേ ധ്യാനങ്ങൾക്കായി വരുന്നു, നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, അതുകൊണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. അപ്പൊ ചേച്ചി പിന്നെ നിർബന്ധിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഈ ധ്യാനത്തിനും കൂടി ഞാൻ വരാം, ഇനി ദയവേത് എന്നെ നിർബന്ധിക്കരുത്. അപ്പൊ ചേച്ചി മനസ്സിൽ വിചാരിച്ചു, ആദ്യം ഈ ധ്യാനത്തിന് വരട്ടെ, എന്നിട്ടല്ലേ ബാക്കി ധ്യാനം. അപ്പൊ എല്ലാം സമ്മതിച്ച് ഒരു വിധത്തിൽ ചേട്ടനെ കൂട്ടി ധ്യാന കേന്ദ്രത്തിൽ വന്നു. അവിടെ അവർ പേര് രജിസ്റ്റർ ചെയ്തു. പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, സ്ത്രീകൾ താമസിക്കുന്ന ഭാഗത്തേക്ക് ബാഗ് എടുത്തിട്ട് പൊക്കോന്ന് പറഞ്ഞു. ചേച്ചിയെ പറഞ്ഞു വിട്ടു. പേര് രജിസ്റ്റർ ചെയ്തു, ഒരു ബാഡ്ജ് കൊടുത്തു, പേരെഴുതിയൊരു ബാഡ്ജ് കൊടുത്തു. നിങ്ങൾ താമസിക്കുന്ന ധ്യാനത്തിനൊക്കെ പോകുന്നവരാണ്, നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ചേച്ചി സ്ത്രീകൾ താമസിക്കുന്ന ഭാഗത്തേക്ക് പോയി. അപ്പൊ ചേട്ടൻ ആ രജിസ്ട്രേഷൻ നടക്കുന്ന ഓഫീസിലുള്ള ആളോട് പറഞ്ഞു, എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ രജിസ്ട്രേഷൻ നടത്തുന്ന ചേട്ടൻ പറഞ്ഞു, അയ്യോ, രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വിടാൻ പറ്റത്തില്ല, ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബാഡ്ജ് തന്നാൽ പിന്നെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ ചോദിച്ചു, ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ചേട്ടൻ ചുറ്റും നോക്കി. അവിടെ പ്രത്യേകിച്ച് വേറെ ആൾക്കാരൊന്നുമില്ല. അപ്പൊ ബാഡ്ജ് ധരിച്ചാലല്ലേ പുറത്ത് വിടാത്തുള്ളൂ എന്ന് വിചാരിച്ച് ചേട്ടൻ പെട്ടെന്ന് ബാഡ്ജ് ഊരി എടുത്ത് പോക്കറ്റിലിട്ടിട്ട് ചേട്ടൻ പുറത്തേക്ക് പോവാണ്. എന്തിനാ പുറത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒരു 3-4 പാക്കറ്റ് സിഗരറ്റ് മേടിക്കണം.
സിഗരറ്റ് മേടിച്ച് സ്റ്റോക്ക് ചെയ്യണം. ധ്യാനം ഒരാഴ്ചയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ പുറത്തേക്ക് പോകാൻ നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറേ ധ്യാനം കൂടിയിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ നടക്കാത്തത്. പല ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇത് വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകാനായിട്ട് ചേട്ടൻ ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ചേട്ടനെ പുറകിൽ നിന്ന് ആരോ പിടിച്ച് ശക്തമായിട്ട് ഇങ്ങോട്ട് വലിക്കുന്നത് പോലെ തോന്നുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. നിങ്ങളിത് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. ഈ മനുഷ്യൻ വന്ന് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്നാൽ ചേട്ടൻ വിചാരിക്കുക എന്നാൽ 10 മിനിറ്റ് കഴിഞ്ഞ് പോകാം. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അവിടെയാണെങ്കിൽ വലിയ വീതിയുള്ള റോഡാണ്. അവിടെ ഗേറ്റോ ഒന്നുമില്ല, പൂട്ടിയിട്ടിട്ടുമില്ല. എപ്പോൾ വേണമെങ്കിലും അകത്തേക്കും പുറത്തേക്കും പോകാം. ചേട്ടൻ എന്ത് ചെയ്താൽ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ആരോ പിന്നിൽ നിന്ന് പിടിച്ച് വലിക്കുന്ന പോലെ തോന്നുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതിങ്ങനെ ഒരു 3-4 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പിന്നെ തീരുമാനിച്ചു എന്നാ പിന്നെ ഇത് മേടിക്കണ്ട. അങ്ങനെ ഒരു തീരുമാനം അങ്ങോട്ട് എടുത്തു. പ്രിയപ്പെട്ടവരെ, ആ ധ്യാനം കൂടി തിരിച്ചു വീട്ടിൽ ചെന്നു. എന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഈ ഭാര്യയും ഭർത്താവും 1 വർഷം കഴിഞ്ഞ് വന്നിട്ട് ഒരു ആദ്യ വെള്ളിയാഴ്ച ദിവസം ഈ ചേട്ടൻ ആ ഏകദിന ധ്യാനത്തിന്റെ അന്ന് എല്ലാ ആൾക്കാരുടെയും മുൻപിൽ വെച്ച് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 1 വർഷം കഴിഞ്ഞു, പിന്നെ ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല. ഒരു ദിവസം ചേട്ടൻ പറയുകയാണ് 4 പാക്കറ്റ് സിഗരറ്റ് വലിക്കും ഒറ്റ ദിവസം. അപ്പൊ നമ്മൾ അതിന്റെ വില മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കാം, എത്ര രൂപ വേണം ഒരു ദിവസം. എന്നിട്ട് ചേട്ടൻ അതും പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു വേറൊരു കാര്യമാണ്, മദ്യപാനം കുടിക്കുവാണെങ്കിൽ ഒരൊറ്റ കുപ്പി കുടിക്കും. ചെറിയ ഒരു കുറച്ച് രീതിയിലുള്ള കുടിയില്ല. അപ്പൊ ഈ മദ്യപിക്കാനും ഈ പുകവലിക്കാനും ഒരു ദിവസം ഈ മനുഷ്യന് എത്ര രൂപ ചെലവുണ്ട്, പൈസ തന്നെ എത്രയുണ്ട്. ഇതാണ് ഇയാളുടെ രീതി. 1 വർഷത്തിന് മേലെയായി, പിന്നെ വലിച്ചിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല, അങ്ങനെ വേണമെന്ന് തോന്നിയിട്ടുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ. ശരിക്കും പറഞ്ഞാൽ ആ ധ്യാനത്തിൽ ഇവർ പങ്കെടുക്കാൻ തുടങ്ങിയായിരുന്നോ? ഇല്ല, പേര് രജിസ്റ്റർ ചെയ്തോളൂ. ഈ ധ്യാന കേന്ദ്രങ്ങളിൽ സാധാരണ എങ്ങനെയാണെന്ന് അറിയാം പ്രിയപ്പെട്ടവരെ. ഇപ്പൊ നാളെ ഒരു ധ്യാനം തുടങ്ങുകയാണെങ്കിൽ ഇന്ന് ആ ധ്യാന കേന്ദ്രത്തിന്റെ കോമ്പൗണ്ട് മുഴുവൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധജലം തളിച്ച് വെഞ്ചരിക്കും. എന്നിട്ട് ആ സ്ഥലം വിശുദ്ധീകരിക്കും. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരു ആദ്യത്തെ ശുശ്രൂഷ പോലും തുടങ്ങിയിട്ടില്ല, ഒരു ജപമാല പ്രാർത്ഥന പോലും തുടങ്ങിയിട്ടില്ല, ഒരു പാട്ട് തുടങ്ങിയിട്ടില്ല, പേര് രജിസ്റ്റർ ചെയ്തതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ദൈവം അയാളുടെ ജീവിതത്തിന്റെ ഒരു കാര്യത്തിൽ ഇടപെട്ടു. ആ ചേട്ടൻ പറഞ്ഞതാണ് 40 കൊല്ലമായിട്ടുള്ള ദുശീലമാണ് ഈ പുകവലി മദ്യപാനം. 40 കൊല്ലായി വിശുദ്ധിയുള്ള പ്രാർത്ഥനയുള്ള, അതായത് ഈശോയെ ആരാധിക്കുന്ന വിശുദ്ധമായ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് കയറിയപ്പോഴേക്കും കർത്താവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതുപോലെ ഇടപെട്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ കുമ്പസാരം എന്ന കുദാശയിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയുടെ മാപ്പ് ചോദിച്ച് ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിച്ചാൽ ഇതിനേക്കാൾ എത്ര വേഗത്തിൽ കർത്താവിന് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം പ്രിയപ്പെട്ട. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ എന്താണ് പറഞ്ഞത്? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, യോനായുടെ കാലത്തുണ്ടായിരുന്ന നിനവേ നിവാസികൾ ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ കൂടെ ഉയർത്തെഴുന്നേൽക്കും, എന്നിട്ട് ഈ കാലഘട്ടത്തിലുള്ളവരെ കുറ്റം വിധിക്കും. ഈശോ പറയുകയാണ്. കാരണം എന്താണ്? അന്ന് വെറും പ്രവാചകനായ യോന അവരോട് പോയി പ്രസംഗിച്ചപ്പോഴത്തേക്കും അവരതുപോലെ അനുതപിച്ചു. നിനവയിലെ ചക്രവർത്തി എന്താ പറഞ്ഞെന്നറിയാവോ? മൃഗങ്ങൾക്ക് പോലും വെള്ളം കൊടുക്കരുത്, ഉപവസിക്കട്ടെ എന്ന് പറഞ്ഞു. അനുതപിച്ചു, ചാക്കൊടുത്തു. എന്നിട്ട് ആ ഭരണാധികാരി പറയുകയാണ്, നമ്മുടെ ഈ അനുതാപമൊക്കെ കണ്ട് ദൈവം നമ്മളോട് ചിലപ്പോൾ കരുണ കാണിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. യോനായ്ക്ക് പോലും ദേഷ്യം വന്നു. ഞാൻ ശിക്ഷ കിട്ടും ഇത്രയും പ്രസംഗിച്ചിട്ട് നീ എന്താ അവരെ ശിക്ഷിക്കാത്തത് ദൈവത്തോട് ചോദിക്കുകയാണ് യോന. ദൈവം അവർ അനുതപിച്ചപ്പോഴത്തേക്കും കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും കർത്താവിന്റെ കരുണ കടന്നു വരാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ദൈവസന്നിധിയിൽ അനുതപിച്ച് എളിമപ്പെടാത്തതാണെന്ന് ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. എളിമപ്പെടണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ഒരു തടസ്സത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ഒരു ദുശീല അടിമത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും കർത്താവ് ഇടപെടുന്ന വഴികൾ, ഈശോ ഒരു വ്യക്തിയെ സുഖപ്പെടുത്താനായിട്ട് പല രീതിയിൽ ഇടപെടും. കർത്താവ് ഒരു തകർച്ച മാറ്റാനായിട്ട് പല രീതിയിൽ ഇടപെടും.
അങ്ങനെയുള്ള ചില വഴികളെ കുറിച്ച് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇന്നൊന്ന് കാണാൻ പോവുകയാണ്. എന്നിട്ട് ഇന്നത്തെ ആരാധനയിൽ നമ്മൾ ഈ മേഖലകളെല്ലാം സമർപ്പിച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ഈശോ ഇടപെടും. കരമുയർത്തി ഉറക്കെ പറയാം ഹല്ലേലൂയ. സ്വരത്തിൽ പറയാം ഹല്ലേലൂയ. നല്ല തീക്ഷ്ണതയോടെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഇടപെടാനായിട്ടല്ല. ആദ്യമായി ദൈവം ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ദൈവമാണെന്ന് ബൈബിളിൽ പറയുന്നത് പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ വചനത്തിലാണ്. പുറപ്പാട് 16:25 ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സൗഖ്യമെന്ന് പറഞ്ഞ ശരീരത്തിന്റെ മാത്രം സൗഖ്യമല്ല. ബൈബിൾ ആദ്യമായിട്ട് എഴുതിയ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. ഹീബ്രു ഭാഷയിലാണ് ബൈബിൾ എഴുതിയത്. ഹീബ്രു ഭാഷ. ഈ ഹീബ്രു ഭാഷയിൽ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ എന്ന് പറയുവാനായിട്ട് ആ സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹീബ്രു ഭാഷയിൽ റാഫ എന്ന വാക്കാണ്. റാഫ. ഈ റാഫ എന്ന വാക്കിൽ നിന്നാണ് റഫായേൽ എന്ന മാലാഖയുടെ പേരൊക്കെ ഈ റാഫ എന്ന വാക്കിൽ നിന്നുണ്ടായിട്ടുള്ള വാക്കാണ്. റാഫ എന്ന വാക്കിന്റെ അർത്ഥം സുഖപ്പെടുത്തുക എന്നാണ്. എന്നാൽ സുഖപ്പെടുത്തുക എന്നുള്ള ഒരർത്ഥം മാത്രമല്ല റാഫ എന്ന വാക്കിനുള്ളത്. റാഫ എന്ന വാക്കിന്റെ ഒരർത്ഥമാണ് സുഖപ്പെടുത്തുക. ശരിക്കുള്ള റാഫ എന്ന വാക്കിന്റെ അർത്ഥം ഒരു വസ്തുവിന്റെ നഷ്ടപ്പെട്ട അവസ്ഥ തിരിച്ചു കൊടുക്കുക എന്നാണ് റാഫ എന്ന വാക്കിന്റെ അർത്ഥം. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ റാഫ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായിട്ടുണ്ടോ, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോയിട്ടുണ്ടോ, അതെല്ലാം നേരെയാക്കുക, തിരിച്ചു തരിക, നന്നാക്കുക, തുന്നിച്ചേർക്കുക. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ 100 കണക്കിന് അർത്ഥമുള്ള ഒരു വാക്കാണ് റാഫ എന്ന വാക്ക്. വെറും ഒരു സൗഖ്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തന്ന് നമ്മളെ പഴയ അവസ്ഥയിലേക്ക്, ദൈവ പൈതലിന്റെ അവസ്ഥയിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവരും എന്നാണ് ആദ്യമായി ദൈവം ഇസ്രായേൽക്കാരോട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ മുൻപിൽ വന്നിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കർത്താവ് ഒരു മേഖലയിൽ മാത്രം മാറ്റാനായിട്ടല്ല ഈശോ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. രോഗത്തിന്റെ ഒരു സൗഖ്യത്തിന്റെ ഒരു മേഖല മാത്രമല്ല ദൈവം നമുക്ക് തരുന്നത്, എല്ലാ മേഖലകളിലും കർത്താവ് ഇടപെടും. ഈശോയ്ക്ക് ശക്തിയുണ്ട്. ഈശോയുടെ ആദ്യത്തെ പ്രസംഗമായി ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്, ഇന്നലെ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഈശോയുടെ പ്രസംഗത്തെ കുറിച്ച് വായിച്ചു. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയുടെ ആദ്യത്തെ പ്രസംഗം നടക്കുന്നത് ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 18-19 വചനങ്ങളിലാണ്. ഒരു സിനഗോഗിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. ഞാൻ എന്തിനാണ് വന്നത്, എന്നിലൂടെ മനുഷ്യർക്ക് എന്താണ് കിട്ടുക, ഈ കാര്യങ്ങളെല്ലാം ഈശോ തുറന്ന് വെളിപ്പെടുത്തുകയാണ്. സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് പഴയ നിയമത്തിലെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനം വായിച്ചുകൊണ്ട് ഈശോ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് അവിടെ കൂടി എല്ലാ മനുഷ്യരോടും വെളിപ്പെടുത്തുകയാണ്. ഈശോ പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈശോയുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ്. ഒരു നമ്മുടെ ശക്തി അതാണ്. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ ധ്യാനത്തിന്റെ അവസാനത്തെ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പഠനം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥ, കുടുംബത്തിന്റെ ഓരോ മേഖലയിൽ ജീവിക്കുന്നവര്, കുഞ്ഞുങ്ങൾ തൊട്ട് വാർദ്ധക്യ എല്ലാ മേഖലയിലുള്ളവർക്കും വേണ്ടി നാളെ നമ്മൾ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നാളെ പ്രാർത്ഥിക്കും. അപ്പോൾ ഈശോ പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്? ഈശോ പറയുന്നു, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രരെന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഇല്ലാത്തവരെ നല്ല അർത്ഥം. അത് ഒരു ദാരിദ്ര്യം മാത്രമാണ്. പൈസ ഇല്ലാത്തത് ഒരു ദാരിദ്ര്യാവസ്ഥ മാത്രമാണ്. വിശുദ്ധി ഇല്ലാത്തത് ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. വിശ്വാസം ഇല്ലാത്ത ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. പ്രാർത്ഥന ഇല്ലാത്ത ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. സ്നേഹമില്ലാത്ത ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല സ്വഭാവം ഇല്ലാത്ത ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. ഈശോ പറയുകയാണ്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഏതൊക്കെ കാര്യത്തിലാണ് ഈശോ ഇടപെടുക? കർത്താവ് പറയുകയാണ്, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച,
അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അപ്പൊ നോക്കിക്കേ, ഈശോ വന്നിരിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അല്ല. കർത്താവ് പറയുകയാണ്, ബന്ധിതർക്ക് മോചനം. ഏതൊക്കെ കാര്യത്തിൽ നീ ഇന്ന് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ ആരോഗ്യ മേഖലയിൽ ഏതൊക്കെ രീതിയിൽ നീ ഇന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ടോ, ആ മേഖലയിലെല്ലാം നിന്നെ മോചിപ്പിക്കാനായിട്ടാണ് ഈശോ വന്നിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു പ്രത്യേക കാര്യത്തിനോ മാറ്റം വരുത്താൻ മാത്രമല്ല ഈശോ വന്നത്, എല്ലാ മേഖലകളിലും ഒരു വ്യത്യാസം വരുത്താൻ, ഒരു ശാശ്വതമായ വ്യത്യാസം വരുത്താൻ കർത്താവ് വന്നിരിക്കുകയാണ്. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച. അന്ധർക്ക് കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? കണ്ണ് കാണാത്തവെന്ന് മാത്രമല്ല അർത്ഥം, ജീവിതത്തിൽ ഇരുട്ടിൽ തപ്പി തടയുന്നത് പോലെ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഓരോ ദിവസവും അനേകര് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, ഒരു കുറച്ച് സമയം ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിന്റെ ഓരോരുത്തരുടെ അവസ്ഥ മനസ്സിലാവുക. രോഗം മാത്രമല്ല, അതിനേക്കാൾ ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈശോ പറയുകയാണ്, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ഏതെങ്കിലും തിന്മ നമ്മളെ അടിമപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് ഒരു സ്വാതന്ത്ര്യം തരാനായിട്ട് പറ്റും. നമ്മളത് മനസ്സുകൊണ്ട് വിശ്വസിക്കണം. കർത്താവ് ഇടപെടുവാനായിട്ട് ഏറ്റവും വേണ്ട ഒരു യോഗ്യതയാണ് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി പറയാം ഹല്ലേലൂയ. ശക്തിയോടെ സ്വരത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രോഗമാണെങ്കിലും തടസ്സമാണെങ്കിലും തകർച്ചയാണെങ്കിലും ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം പ്രിയപ്പെട്ടവരെ? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ധാരാളം ധ്യാനകേന്ദ്രങ്ങളുണ്ട്. ഒരു ധ്യാനകേന്ദ്രം ഒരു പ്രശസ്തിയിൽ നിൽക്കുമ്പോൾ മനുഷ്യരെല്ലാം വിചാരിക്കും അവിടെ പോയി എൻ്റെ കാര്യം നടക്കും. അപ്പോൾ അതങ്ങനെ അവിടെ പോയി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാണ് അതിനേക്കാൾ പേരുള്ള വേറൊരു ധ്യാനകേന്ദ്രം വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഞാനിത് പറയുന്നത് ഒന്നും മോശമാണെന്നോ അല്ലെങ്കിൽ പോകരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ എവിടെ പോയാലും കർത്താവ് ഓരോ സ്ഥലത്തിന് ഓരോ സമയത്ത് പ്രത്യേക അഭിഷേകം കൊടുക്കും, വളർത്തും, അതെല്ലാം ചെയ്യും. ഈശോയാണ് എല്ലായിടത്തും പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കാതെ എവിടെ പോയാലും കാര്യമില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ചില ആൾക്കാർക്കൊരു ചിന്താഗതിയുണ്ട്, ഞാനൊരു സ്ഥലത്ത് ചെന്നാൽ ഞാൻ രക്ഷപ്പെടും. ഇല്ല, എവിടെയും അങ്ങനെയില്ല. ഞാൻ കുറച്ചും കൂടി പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാജിക് എന്ന് പറയുന്നൊരു കാര്യമില്ല. ആരും വിചാരിക്കരുത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുവാനായിട്ട് മാജിക് ഉണ്ട്. നമ്മൾ ചിന്തിക്കരുത്, മാജിക് ഇല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മാജിക് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റായ ഒരു ബോധ്യമാണ്. കർത്താവിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം. ഈശോ താബോർ മലയിൽ രൂപാന്തരീകരണം നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈശോയുടെ കൂടെ ഈശോയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാര് താബോർ മലയിലാണ്. അതായത് 12 ശിഷ്യന്മാരിലും അവരുടെ കൂടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ സെബദി പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ, പിന്നെ പത്രോസ്. ഇവര് 3 പേരുമാണ് ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ മെയിൻ ആൾക്കാർ. അവരും ഈശോയുമാണ് താബോർ മലയിൽ. ബാക്കി എല്ലാവരും താഴെയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു മകനുമായി ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. ശരിക്കും ഈശോയെ ഉദ്ദേശിച്ച് വന്നതാണ്. ഈശോ ഇല്ല, ശിഷ്യന്മാരേ ഉള്ളൂ. ശിഷ്യന്മാരുടെ അടുത്ത് വന്നു. എന്നിട്ട് ആ കുഞ്ഞിന്റെ അവസ്ഥ ശിഷ്യന്മാരോട് പറഞ്ഞു. ഈ കുഞ്ഞിനെ ചെറുപ്പം മുതൽ പിശാച് പീഡിപ്പിക്കുകയാണ്. വെള്ളം കണ്ട വെള്ളത്തിലേക്ക് തള്ളിയിടും, തീ കണ്ടാൽ തീയിലേക്ക് തള്ളിയിടും, തറയിലേക്ക് ഈ കുട്ടിയെ വലിച്ചെറിയും. ഈ കുഞ്ഞ് അവിടെ കിടന്ന് പിടയ്ക്കും, വായിൽ കൂടി നുരയും പതയും വരും. അപ്പനായിട്ട് പോലും വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇയാളുടെ സങ്കടമൊക്കെ പറഞ്ഞു. അങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വലിയ ജനക്കൂട്ടവും അവിടെയുണ്ട്. അപ്പോഴാണ് ഈശോ താബോർ മലയിൽ രൂപാന്തരീകരണമൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവ് ചോദിച്ചു, എന്താ കാര്യം? അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ തന്റെ കുഞ്ഞുമായി ഈശോയുടെ അടുത്തേക്ക് വന്നു.
എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ പിശാച് ബാധിച്ചിരിക്കുകയാണ്. നമ്മളിത് വായിക്കണം. ഈശോയോട് വളരെ സങ്കടപ്പെട്ട അയാൾ ആ കുഞ്ഞിനെ പിശാച് പീഡിപ്പിക്കുന്ന ഓരോ അവസ്ഥ പറയുകയാണ്. അപ്പോൾ ഈശോ ഇതെല്ലാം കേട്ടു. അവസാനം ഈ മനുഷ്യൻ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണെന്നറിയാമോ? ഇയാൾ പറഞ്ഞു, അങ്ങയുടെ ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ ആദ്യം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശോയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഒരുപക്ഷെ ദേവാലയം ശുദ്ധീകരിക്കാൻ ചമ്മട്ടി എടുത്തു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈശോയ്ക്ക് ദേഷ്യം വന്ന് ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ഈശോ ചോദിക്കുകയാണ്, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 19 മുതലുള്ള വചനങ്ങൾ. കർത്താവ് ചോദിക്കുകയാണ്, വിശ്വാസമില്ലാത്ത തലമുറയെ, ഞാൻ എത്ര കാലം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? ശിഷ്യന്മാരോട്, മനുഷ്യരോട്, എല്ലാവരോടും കൂടി ഈശോ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടിയെ കൊണ്ടുവന്നു. ഈശോ ആ കുഞ്ഞിനെ സുഖപ്പെടുത്തി. എല്ലാ മനുഷ്യർക്കും വലിയ ആശ്ചര്യമായി. കാരണം അതുപോലെ പിശാച് നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തെ സ്തുതിച്ച് പിരിഞ്ഞുപോയി. അവസാനം ശിഷ്യന്മാർ ഈശോയും മാത്രമായി. അപ്പോൾ ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് വന്നിരിക്കും, ഒരു കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ കുട്ടിയിലുള്ള പിശാചിനെ പുറത്താക്കാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ്? അപ്പോൾ ഈശോ പറയുന്ന മറുപടിയാണ് മർക്കോസ് 9:29. അവിടെ കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മർക്കോസ് 9:29 ഈശോ പറയുകയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോവുകയില്ല. ഈശോ പറഞ്ഞ വാക്കാണ്. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുക ഇല്ല. കുടുംബത്തിൽ വഴക്കാണ്, അല്ലെങ്കിൽ പ്രശ്നമാണ്, അച്ഛന്മാരെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരും. തീർച്ചയായിട്ടും നമ്മൾ പോകണം, വരണം, ഒരു കുഴപ്പമില്ല. സംസാരിച്ച് വരുമ്പോഴാണ് ഒരു സത്യം പറയും. എന്താണെന്ന് അറിയാമോ? കുടുംബ പ്രാർത്ഥനയേ ഇല്ല. ഞാനിത് പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുക ഒന്നുമല്ല, ഞാൻ തുറന്നു പറയുകയാണ് പ്രിയപ്പെട്ടവരെ. കുടുംബത്തിൽ ഈശോയ്ക്ക് സമയമില്ല, സ്ഥാനമില്ല. പിന്നെ കർത്താവ് തരുന്ന സമാധാനം എങ്ങനെ ഒരു കുടുംബത്തിൽ പ്രവേശിക്കും? നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളെ ഒരു വീട്ടിൽ കയറ്റാത്തടുത്ത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നടക്കും? നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാത്ത ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അത് രണ്ടും വിപരീത കാര്യങ്ങളല്ലേ? കർത്താവിനെ കുറിച്ച്, കർത്താവിന് വേണ്ടി സമയമില്ലാത്തടുത്ത് കർത്താവിന്റെ അനുഗ്രഹം എങ്ങനെ പ്രവർത്തിക്കും? പ്രത്യേകിച്ച് ദൈവത്തിനൊരു സ്വഭാവമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ താല്പര്യമില്ലാത്തടുത്ത് ദൈവം മാറി നിൽക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. പിശാച് അങ്ങനെയല്ല. പിശാച് ഒരു ഗ്യാപ്പ് കിട്ടിയ നുഴഞ്ഞു കയറും. ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെയല്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തോട് താല്പര്യമില്ലേ, കർത്താവ് എന്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയുള്ളൂ. ഞാൻ എന്ന് താല്പര്യപ്പെടുന്നു അന്ന് താല്പര്യത്തോടെ ഈശോ വരും. അതുകൊണ്ടാണ് യാക്കോബുസുകളുടെ ലേഖനം 4:8 പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നം ഉണ്ടാവും, നമ്മൾ അയ്യോ അയ്യോ നിലവിളിക്കുകയല്ല വേണ്ടത്. നമ്മൾ ആദ്യം കർത്താവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറ്റണം. 24 മണിക്കൂറാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. നമ്മുടെ കുടുംബത്തിൽ ഒരു ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു സമയം നമുക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ കയറി പ്രവർത്തിക്കണമെന്ന്, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ കയറി പ്രവർത്തിക്കണമെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അതൊരു നിസ്സാരം, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ? ഈശോയ്ക്ക് സ്ഥാനമില്ലാത്തടുത്ത്, ഈശോയ്ക്ക് വിലയില്ലാത്തടുത്ത്, ഈശോയുടെ നാമം വിളിക്കാത്തടുത്ത് ഈശോയ്ക്ക് കയറി പ്രവർത്തിക്കാൻ പറ്റുകയില്ല. ഇത് അത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റി എവിടെയാണ് ഞാൻ തുടങ്ങേണ്ടത്. കരമുയർത്തി ഉറക്കെ പറയാം, ഹല്ലേ ലുയ്യ. അല്പം കൂടി ഉറക്കെ പറയട്ടെ, ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങിയിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഇതുപോലെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കൂടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നലെ വരെ ഉള്ളത് കർത്താവ് പരിഗണിക്കുന്നില്ല. നമ്മൾ തുടങ്ങണം, തീരുമാനം എടുക്കണം. തീരുമാനം എടുത്ത് ദിവികാരുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്നും പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ തരും. ഇപ്പോഴേ പറയരുത് മനസ്സിൽ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, തീരുമാനിക്കരുത്. കർത്താവ് ഒരു കൃപ തരും. നമ്മൾ കുമ്പസാരിച്ച് വിശുദ്ധിയോടെ ഇന്ന് ഈശോയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. നിങ്ങളൊരു തീരുമാനം എടുക്കുക, കർത്താവ് ഒരു കൃപ തരും. തീരുമാനം എടുത്ത് പ്രാർത്ഥിക്കുക, ഈശോ അതിനുള്ളൊരു അവസരം തരും. കർത്താവിനെ കയറ്റിയാൽ കർത്താവ് ഭരിക്കും. കർത്താവിനെ കയറ്റിയാൽ കർത്താവ് ഇടപെടും. കർത്താവിനെ കുടുംബത്തിൽ കയറ്റിയാൽ കർത്താവ് കുടുംബത്തിന്റെ രാജാവായിട്ട് അവിടെ വാഴും. ഇത് ഈശോയുടെ മുമ്പിൽ നമ്മൾ മനസ്സിലാക്കണം.
പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഒരു കുടുംബം അവരുടെ അവസ്ഥ യേശുവെന്ന് വിളിച്ച് ഈശോയുടെ സന്നിധിയിൽ, അത് ജപമാല പ്രാർത്ഥന വഴിയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയുടെ ഏത് രീതിയിലുള്ള പ്രാർത്ഥന വഴിയോ നമ്മൾ ഒരുമിച്ചിരുന്ന് കുടുംബത്തിൽ ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഇടപെടും. കാരണം കർത്താവ് തന്നെയാണ് പറഞ്ഞത്, 2-3 പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് ഞാനുണ്ട്. ഇന്ന് 2-3 പേർ ഒരുമിച്ച് കൂടുന്നുമില്ല, ഈശോയുടെ നാമം വിളിക്കുന്നുമില്ല. അതുകൊണ്ട് കർത്താവിനോട് പ്രവേശനവുമില്ല, കർത്താവിന് ഇടപെടാൻ പറ്റുന്നുമില്ല. നമ്മൾ എന്റെ പിഴ എന്ന് മാത്രമേ പറയാൻ നമുക്ക് പല കാര്യങ്ങളിലും പറ്റുകയുള്ളൂ. കരം ഉയർത്തി ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ കേൾക്കണം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ നമ്മളെ അല്പസമയം കാത്തിരിക്കാനായിട്ട് അനുവദിക്കും. നമുക്കറിയാം, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ATM-ൽ എന്താണ് കാർഡ് എടുക്കുന്ന പോലെ നമുക്ക് കിട്ടും. പാല് വരെ ഇന്ന് ATM-ൽ കൂടി കിട്ടും, നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്കിപ്പോൾ തന്നെ നമ്മൾ ബലപ്രയോഗം നടത്തരുത്. കർത്താവ് ഒരു കാര്യം അല്പം വൈകിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ഈശോയോട് കുറച്ചും കൂടി സ്നേഹത്തിൽ അടുത്ത് ഇടപെടാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. പ്രതികൂലം ദൈവം അനുവദിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പത്രോസ് ശ്ലീഹായും ശിഷ്യന്മാരും വള്ളത്തിലിരുന്നപ്പോൾ ഈശോ വരുന്നത് കണ്ടിട്ട് പത്രോസ് ശ്ലീഹായ്ക്ക് ഒരു ആവേശം, ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. ഈശോ പറഞ്ഞു പോരെ. പത്രോസ് പതുക്കെ വെള്ളത്തിന് മുകളിൽ കൂടി ഈശോയുടെ അടുത്തേക്ക് നടന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇടത്തേക്കും വലത്തേക്കും ഒന്ന് നോക്കി. ശരിക്കും നോക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. നോക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ടെൻഷനും പേടിയൊക്കെ വന്നു. വെള്ളം, അതുപോലെ തിരമാല, കാറ്റ്. അപ്പോഴത്തേക്കും മുങ്ങാൻ തുടങ്ങി. ഈശോ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ്. കർത്താവ് എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ പത്രോസിനെ മുങ്ങാൻ അനുവദിച്ചത്? മുങ്ങാൻ അനുവദിച്ചെങ്കിലും കർത്താവിനെ കൈവിട്ടോ? ഉടനെ ഇവൻ നിലവിളിച്ചു, കർത്താവേ ഇതാ ഞാൻ നശിക്കുവാണ്. കയ്യെ പിടിച്ച് കയറ്റിയില്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കർത്താവിലേക്ക് നോക്കാതെയൊക്കെ ഇടയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ കർത്താവ് കുറച്ച് വെള്ളം കുടിക്കാനായിട്ടൊക്കെ കർത്താവ് നമ്മളെ അനുവദിക്കും. അതിന്റെ അർത്ഥം കർത്താവ് നമ്മളെ കൈവിട്ടെന്നല്ല. കരമുയർത്തി നമുക്ക് ഉറക്ക വിശ്വാസത്തോടെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം, സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. 1 സാമുവേൽ 1-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ നമ്മളൊരു കാര്യം കാണുന്നത് ഇങ്ങനെയാണ്. ഒരു ഭാര്യയും ഭർത്താവും, കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഈ സ്ത്രീ കർത്താവിന്റെ ആലയത്തിൽ വന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. എന്റെ ഭർത്താവിന് വേറൊരു ഭാര്യയുണ്ട്, അവൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ട്. ആ ഭർത്താവിന്റെ മറ്റേ ഭാര്യ എൽക്കാന എന്ന് പറയുന്ന മനുഷ്യന്റെ മറ്റേ ഭാര്യ ഹന്ന എന്ന് പറയുന്ന ഈ സ്ത്രീയെ എപ്പോഴും പരിഹസിക്കും, കളിയാക്കും. അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളില്ലാത്തത് ശാപഗ്രസ്തമായ ഒരവസ്ഥയാണ്. അപ്പോൾ ഈ വിഷമമെല്ലാം സഹിച്ച് ഹന്ന കർത്താവിന്റെ ആലയത്തിൽ പോയി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു പുരോഹിതൻ ഇരിപ്പുണ്ടായിരുന്നു. ആ പുരോഹിതൻ വൃദ്ധനായി, കാഴ്ചശക്തി നഷ്ടപ്പെട്ട് നടക്കാനും പറ്റാതെ റിട്ടയർ ചെയ്ത ഒരു വൈദികനെ പോലെ നമ്മൾ മനസ്സിൽ കാണുക. അവിടെ ഒരു പീഠത്തിന്റെ മുകളിൽ ഏലി എന്ന് പറയുന്ന പുരോഹിതൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ പിച്ചും പേയും പറയുന്നത് പോലെ തോന്നി. ഉടനെ ഈ പുരോഹിതൻ ഏലി ഹന്നയെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താണ് ഈ രാവിലെ തന്നെ വന്ന് ഇങ്ങനെ മദ്യപിച്ച് ഉന്മത്തയായി പുലമ്പുന്നതെന്ന് ചോദിച്ചു. അതും കൂടി കേട്ടപ്പോഴത്തേക്കും അന്നയ്ക്ക് വിഷമം ഇരട്ടിയായി. ഉടനെ തന്നെ അന്ന പറഞ്ഞു, പിതാവേ, ഞാൻ മദ്യപിച്ചിട്ടുമില്ല, ഞാനിങ്ങനെ പുലമ്പുകയുമല്ല. എൻ്റെ സങ്കടമെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ മുമ്പ് ഞാനെന്ന് കരഞ്ഞ് അവതരിപ്പിക്കുകയാണെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഏലി പുരോഹിതനും പെട്ടെന്ന് വിഷമമായി. ഏലി പുരോഹിതൻ പറഞ്ഞു, മകളെ നീ പേടിക്കണ്ട, ഇനി ഒരിക്കലും നിന്റെ മുഖം മ്ലാനവതമാകുവാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. ഒരു അനുഗ്രഹം അങ്ങോട്ട് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ അനുഗ്രഹത്തിൽ അവൾക്ക് കിട്ടിയ കുഞ്ഞാണ് സാമുവേൽ പ്രവാചകൻ. ബൈബിളിലെ 2 പുസ്തകങ്ങളാണ് ആ പ്രവാചകന്റെ പേരിലുള്ളത്. ഇസ്രായേലിന്റെ ആദ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട രാജാക്കന്മാരെയും കിരീടധാരണം നടത്തിയ വ്യക്തിയാണ് സാമുവേൽ പ്രവാചകൻ. നമ്മൾ ഓർക്കണം, ഒരു വ്യക്തി ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ, ഒരു കുടുംബം കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്ക് ഇടപെടാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല.
എന്നാൽ പ്രാർത്ഥനയുമില്ല, കണ്ണീരുമില്ല, ഈശോയെ വിളിക്കുന്ന ഒരു രീതിയുമില്ലെങ്കിൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക പ്രയാസമാണ്. ഈശോയുടെ മുമ്പിൽ ഇരിക്കുക നമ്മളിത് മനസ്സിലാക്കണം. ഞാൻ ഓർക്കുകയാണ്, ഒരു ചേച്ചി ഒരിക്കലും ഒന്നൊരു സാക്ഷ്യം പറഞ്ഞത്. കൊരട്ടി എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാവുന്ന സ്ഥലമാണ്. അങ്കമാലിയുടെ അടുത്ത് കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരിക്കൽ ഒരു ചേച്ചി ഉറക്കെ പറയാം ഹല്ലേലൂയ, കരമൊന്നുയർത്തി പറയാം ഹല്ലേലൂയ, ശക്തിയോടെ പറയാം ഹല്ലേലൂയ. ഈശോയുടെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇരുന്നൊരു മടുപ്പും ഒരു മരപ്പും ഒരു ക്ഷീണമൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് ഒരു പാട്ട് പാടി നമുക്ക് അല്പനേരം കൂടി വചനം കേട്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കൈകൾ കൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളിലും ഇടപെടുവാൻ ശക്തിയുള്ളവനാണ് അങ്ങെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളും തകർച്ചകളും തടസ്സങ്ങളും പ്രതികൂലങ്ങളും പരാജയങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സിനും ശരീരത്തിനും ശക്തി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഒന്ന് ഉറക്കെ സ്തുതിക്കുന്നു. സ്തുതിപ്പിന്റെ അവസാനത്തിൽ കൈകൾ അടിച്ച് ഒരു പാട്ട് പാടി നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. കൈകൾ ഉയർത്തി നന്നായിട്ട് ഈശോയുടെ നാമം ഒന്ന് ഉറക്കെ വിളിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ, മനസ്സിനെയും ശരീരത്തെയും ഉണർത്തണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, തടസ്സങ്ങൾ മാറ്റണമേ, പ്രതികൂലങ്ങൾ മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ പെട്ടെന്ന് ഇടപെടും. ഒരിക്കൽ ഒരു ചേച്ചി, അവരുടെ വീട് വയനാട്ടിലാണ്. വയനാട്ടിൽ നിന്നും ഒരു ചേച്ചി ധ്യാനത്തിന് വന്ന് ഒരിക്കൽ പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. അതായത് ആ ചേച്ചിയും ഒരു മകനും, രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ. ഭർത്താവ് ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഈ കുഞ്ഞുണ്ടായി വളരുന്നതിന് മുൻപ് തന്നെ ഭർത്താവ് മരിച്ചു. അവരൊരു സാധാരണ കുടുംബമാണ്, വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല. അപ്പോൾ ഈ ചേച്ചി എല്ലാ ദിവസവും പള്ളിയിൽ പോകും. മകനും ചേച്ചിയുടെ കൂടെ പള്ളിയിൽ പോകും. അവൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ഓൾട്ടർ ബോയ് ആയിട്ട് അൾത്താരി ശുശ്രൂഷയൊക്കെ ആയിട്ട് നിൽക്കും. അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും പള്ളിയുമായിട്ട് വളരെ സഹകരിക്കുന്ന ഒരു കുടുംബമാണ്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് ചേച്ചി പോകും, മകനും പോകും. അവൻ അൾത്താരിയിൽ ശുശ്രൂഷ ചെയ്യും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ കപ്പ്യാര് ഇല്ലാത്ത ദിവസങ്ങളിൽ ആ കപ്പ്യാര് ചെയ്യുന്ന കാര്യങ്ങൾ പോലെ എല്ലാം നന്നായിട്ട് ചെയ്യും. എന്നാൽ ഹൈസ്കൂളിലൊക്കെ കയറിയ സമയം മുതൽ ഈ കുട്ടി ഈ സ്കൂളിലേക്ക് കുറച്ച് ദൂരെ, വീട്ടിൽ നിന്ന് കുറച്ച് അകലെയാണ് സ്കൂള്. അങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയം മുതൽ പിന്നെ പള്ളിയായിട്ട് പതുക്കെ അകലാൻ തുടങ്ങി. പിന്നെ പള്ളിയിൽ അൾത്താര ശുശ്രൂഷയിൽ നിന്നൊക്കെ പതുക്കെ മാറാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥനയിൽ നിന്നും മാറി. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് +2 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരാണ് ഇവന്റെ ജീവിതത്തിലെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. കൂട്ടുകാർ. ചിലപ്പോൾ വീട്ടിൽ പോലും രാത്രിയിലൊക്കെ താമസിച്ച് വരുന്ന സ്ഥിതിയായി. അമ്മ എന്ത് പറഞ്ഞാലും കേൾക്കാൻ പറ്റില്ലാത്ത രീതിയായി. ഇട ദിവസങ്ങളിലൊന്നും പള്ളിയിൽ പോയില്ല, ഞായറാഴ്ച നിർബന്ധിച്ച പോകും. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു അവസ്ഥയായി. ആരെയും ശ്രദ്ധിക്കുകയില്ല, ആരും പറഞ്ഞാൽ അനുസരിക്കുകയില്ല. ഒരു പ്രത്യേക ഒരു ധിക്കാര രീതിയിലേക്ക് ഈ കുട്ടി 10ാം ക്ലാസ് +2 ഒക്കെ ആയപ്പോഴത്തേക്ക് മാറി. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ കൂട്ടുകാരാണ് ഇവനെല്ലാം. അപ്പൊ ഇങ്ങനെ പോകാം. ഇവന്റെ ജീവിതത്തിൽ കാര്യമായ മാറ്റം ഇതുപോലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേച്ചിക്ക് ഇതൊട്ടും സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. കാരണം ഒരൊറ്റ മകനേ ഉള്ളൂ. ചേച്ചി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇവരുടെ ദേവാലയത്തിൽ പോയി പരിശുദ്ധ അമ്മയുടെ രൂപത്തിന്, മാതാവിന്റെ പേരിലുള്ള പള്ളിയാണ്, മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ പോയി ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവേ, എനിക്ക് ആകെ ഒരു കുഞ്ഞാണുള്ളത്. നിനക്ക് ഒരു മകൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് നിന്റെ മകനെ ഒരിക്കൽ നഷ്ടപ്പെട്ടില്ലേ? നഷ്ടപ്പെട്ടിട്ട് 3 ദിവസം അന്വേഷിച്ച് നീ ദേവാലയത്തിൽ നിന്റെ മകനെ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? എന്നിട്ട് ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇതുപോലെ എനിക്ക് എൻ്റെ മകനെ ദേവാലയത്തിൽ തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം. ഇങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച്
മാതാവിനോട് ഒരു വാശിയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയും നടത്തി തിരിച്ചു വന്നു. വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോരുമല്ല മാത്രമല്ല ചെയ്തത്. ചേച്ചി പിന്നെ ചെയ്ത കാര്യം ഇങ്ങനെയാണ്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വേണ്ടാതെന്ന് വെച്ചു. അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ പള്ളിയിൽ പോവും, തിരിച്ച് വീട്ടിൽ വരും, വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അതിനുശേഷം കരുണക്കൊന്ത, ജപമാല, കുരിശിൻ്റെ വഴി, ഇങ്ങനെ പരിത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയാണ്. കുറച്ച് ആഹാരം കഴിക്കും, രുചികരമായിട്ടുള്ള എല്ലാം ഭക്ഷണം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, കാര്യമായ വ്യത്യാസമൊന്നും ഇവനിൽ വരുന്നില്ല. അങ്ങനെ ഒരു 9 മാസം കഴിഞ്ഞു. 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഇടവകയിൽ വലിയ നോമ്പിനോടനുബന്ധിച്ച് ഒരു വാർഷിക ധ്യാനം, ഇവരുടെ ഇടവകയിൽ 4 ദിവസത്തെ ഒരു വാർഷിക ധ്യാനം നടന്നു. അങ്ങനെ ധ്യാനത്തിന്റെ സമയത്ത് ചേച്ചി വൈകുന്നേരം ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പള്ളിയിൽ ചെന്ന് സ്ത്രീകൾ ഇരിക്കുന്ന വശത്ത് ഇരുന്ന് നോക്കുമ്പോഴുണ്ട്, പുരുഷന്മാരിരിക്കുന്ന ഭാഗത്ത് ചേച്ചിയുടെ മകൻ ഇരുന്ന് ധ്യാനം കൂടുന്നുണ്ട്. അങ്ങനെ ധ്യാനം കൂടി തിരിച്ച് വീട്ടിൽ വന്നു. പ്രത്യേകിച്ച് ചേച്ചി ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇവരെ അത്യാവശ്യ സംസാരമൊക്കെ ഉള്ളൂ, കാരണം എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും, അത്യാവശ്യം എന്തെങ്കിലും പറയാം. അങ്ങനെ ഒരു രീതി കുറെ നാളുകളായിട്ട് അങ്ങനെയാണ്. കാരണം ഒന്നും ഇവൻ പറഞ്ഞാലില്ല, ഈ കുട്ടി അനുസരിക്കുകയില്ല. അങ്ങനെ പ്രിയപ്പെട്ടവർ വീട്ടിൽ വന്നു. ആദ്യത്തെ ദിവസം നോക്കുമ്പോൾ ഇവൻ മുഴുവൻ ധ്യാനത്തിൽ പങ്കെടുത്തു. 2ാമത്തെ ദിവസം പങ്കെടുത്തു. അങ്ങനെ 4 ദിവസം ഇവൻ ധ്യാനത്തിൽ പങ്കെടുത്തു. വീട്ടിൽ വന്നു, നല്ല സന്തോഷമാണ്. എന്നിട്ട് ഈ മകൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് താമസിച്ചുള്ള ഒരു ധ്യാനം കൂടി കൂടാൻ പോകണം, താമസിച്ചുള്ള ഒരു ധ്യാനത്തിന് പോകണം. ഇവരിങ്ങോട്ട് ഈ ചേച്ചിയോട് പറയുകയാണ്. അങ്ങനെ അവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവൻ വന്നു. താമസിച്ചുള്ള ഒരാഴ്ചത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നു. തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം ഇവൻ അമ്മയോട് പറയുകയാണ്, ധ്യാനത്തെക്കുറിച്ച്, ധ്യാനത്തിന്റെ കാര്യങ്ങൾ ഇവൻ പറയുകയാണ്. ഇവൻ അമ്മയോട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നേരത്തെ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, വയനാട്ടിൽ നിന്ന് ഇവരെ കൂട്ടുകാരൊരുമിച്ച് ഒരു ടെമ്പോ ട്രാവലർ, ഒരു ട്രാവലർ പിടിച്ച് എറണാകുളത്ത് വരും. എന്തിനാണെന്ന് ചോദിച്ചാൽ, കേരള ഫുട്ബോൾ ടീമിന്റെ കളി കാണാനായിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ വയനാട്ടിൽ നിന്ന് ഇവര് വണ്ടി പിടിച്ചു വരും. ആ മഞ്ഞ യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ കൂട്ടുകാരൊരുമിച്ച് അത്രയും ദൂരം നിന്ന് ഇവര് വരും. എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേഡിയത്തിലിരുന്ന് ഈ കളി കണ്ട് കേരളത്തിന്റെ ടീമിനെ ഇങ്ങനെ കൂകി ഒച്ചയെടുത്തു ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച ആ കാര്യം ഇവൻ പറയുകയാണ്, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉള്ള കാര്യം അതായിരുന്നു. കൂട്ടുകാരോട് ഇങ്ങനെ അവിടുന്ന് വന്ന് ഇവിടെ സ്റ്റേഡിയത്തിലിരുന്ന് ഇങ്ങനെ കൂകി ഒച്ചയെടുത്ത് ടീമിനെ പ്രോത്സാഹിപ്പിക്കുക, ഇതായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ കാര്യം. എന്നിട്ട് പറയുകയാണ്, എന്നാൽ ഞാൻ താമസിച്ചുള്ള ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാ ദിവസവും ധ്യാനത്തിന്റെ അവസാനം ആരാധനയുണ്ട്. ആ ആരാധനയുടെ സമയത്ത് ആരാധന നയിക്കുന്ന അച്ഛൻ പറയും, ആരാധന എഴുന്നള്ളിച്ചു വെച്ചിട്ട് പറയും, നിങ്ങൾ കൈകൾ ഉയർത്തി നന്നായിട്ട് ദിവ്യകാരുണ്യ ഈശോയെ നോക്കി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ആദ്യത്തെ ദിവസം അങ്ങനെ പറയുന്ന അനുസരിച്ച് നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. 2ാമത്തെ ദിവസവും പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം മുതൽ 3ാമത്തെ ദിവസം ആരാധനയുടെ സമയത്ത് സ്തുതിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ സ്തുതിപ്പ് നിർത്താൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ സ്തുതിച്ച് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടി, ഈ ചെറുപ്പക്കാരൻ അമ്മയോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ആ ആരാധനയുടെ സമയത്ത് ഈശോയെ സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. റോമാലേഖനം 14:17. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അത് വേറെ എവിടെ പോയി ഏതെല്ലാം മനുഷ്യരിൽ നിന്നും അല്ലെങ്കിൽ എവിടെയൊക്കെ കൂട്ടുകെട്ടിൽപ്പെട്ട് എന്തെല്ലാം നമ്മൾ ചെയ്താലും നമുക്ക് കിട്ടുന്ന സന്തോഷത്തിന് ഒരു പരിധിയുണ്ട്. ചിലപ്പോൾ ദുശീലായിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും തിന്മയായിരിക്കാം. ഇവൻ പറയുകയാണ്, ഈശോയെ ആരാധിച്ച് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്തൊരു സന്തോഷം. എന്നിട്ട് ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുതൽ എല്ലാ ദിവസവും രാവിലെ അമ്മയും മകനും കൂടി ഒരുമിച്ച് പള്ളിയിൽ പോവും, പള്ളിയിൽ നിന്ന് തിരിച്ചു വരും. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ഇവർ ഒരുമിച്ച് വീട്ടിൽ എല്ലാ കാര്യങ്ങളും അമ്മയോട് ചേർന്ന് ഇവൻ ചെയ്യും. ജോലിക്ക് പോവും, വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരും. യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല. അപ്പം നല്ല സന്തോഷത്തിൽ സമാധാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ,
കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ വന്ന് നിലവിളിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ ഇതുപോലെ പല തരത്തിൽപ്പെട്ട തീഷ്ണതയോടെ വിശ്വാസത്തോടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും. കരമൊന്ന് ഉയർത്തി ഉറക്കെ പറയാം ഹല്ലേലൂയ. നല്ല സ്വരത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. പ്രാർത്ഥനയില്ലാതെ നമ്മൾ ചിന്തിക്കരുത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്താൽ. അങ്ങനത്തെ ഒരു രീതി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇല്ല. ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, നമുക്കറിയാം. ഇതുപോലെ പ്രാർത്ഥിക്കാത്ത ഒരു അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. വിശുദ്ധർ, സഭയിലെ ഏത് വിശുദ്ധരുടെ ജീവിതം എടുക്കുക, പ്രാർത്ഥിക്കാത്ത ഏത് വിശുദ്ധനോ അല്ലെങ്കിൽ വിശുദ്ധയാണോ ഉള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കിക്കേ. പ്രാർത്ഥിക്കാത്ത ഏത് വ്യക്തിയാണ് ബൈബിൾ അനുഗ്രഹം പ്രാപിച്ചത്? നമ്മൾ നോക്കിക്കേ. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഏത് കാര്യത്തിലാണെങ്കിലും ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥന അല്ലാതെ വേറെ ഒരു മാർഗങ്ങളും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. ശക്തിയുള്ള പ്രാർത്ഥനയാണ് ഉപവാസ പ്രാർത്ഥന. ശക്തിയുള്ള പ്രാർത്ഥനയാണ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ശക്തിയുള്ള പ്രാർത്ഥനയാണ് ജാഗരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കമൊളിച്ച് രാത്രികളിലൊക്കെ പ്രാർത്ഥിക്കുന്നത് ശക്തമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൊണ്ടല്ലാതെ, ഈശോ പറഞ്ഞ വചനം ഓർക്കുക, മർക്കോസ് 9:29, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോവുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു 2 വർഷം മുൻപ് പാലായിൽ അവിടെ ഒരു അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുകയാണ്. പാലാ കൺവെൻഷൻ തുടങ്ങിയിട്ട് 40 വർഷമായി. അങ്ങനെ 40ാമത്തെ വർഷത്തിന്റെ കൺവെൻഷനാണ്. അപ്പോൾ ധാരാളം അച്ഛന്മാര്, വലിയൊരു ശുശ്രൂഷയാണ്. ആ പാലായിലുള്ള ഒരു കോളേജ് ഗ്രൗണ്ട്, സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ട് മുഴുവൻ വലിയ പന്തലൊക്കെ ഇട്ട് ആ രൂപതയിൽ മുഴുവൻ നേതൃത്വം നൽകുന്ന വലിയൊരു കൺവെൻഷനാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് കൺവെൻഷൻ. പകൽ സമയത്ത് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കും. കുമ്പസാരം, പലതരത്തിലുള്ള വെഞ്ചരിപ്പ് പ്രാർത്ഥനകൾ, അച്ഛന്മാരുണ്ട്, കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പകൽ സമയത്ത് മുഴുവൻ ആൾക്കാരെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരം കൺവെൻഷൻ അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം പകൽ സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു. അവരുടെ ഏതോ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നതിൻ്റെ കൂടെ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു. അതായത് ഇവർക്ക് വീട്ടിൽ 4 മക്കളാണ്, 4 പെൺമക്കളാണ്. അതിൽ രണ്ടാമത്തെ കുട്ടി അവളുടെ +2 പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേഴ്സിംഗ് പഠിച്ച് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി. അതിനുശേഷം ജർമ്മൻ ഭാഷ പഠിക്കുകയാണ്. ജർമ്മൻ ഭാഷ പഠിക്കുന്നത് ഭരണങ്ങാനത്ത് അവിടെ അസിസി അച്ഛന്മാര് നടത്തുന്ന ജർമ്മൻ കോഴ്സ് ഉണ്ടെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അങ്ങനെ ജർമ്മൻ കോഴ്സ് പഠിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടിക്ക് ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട ഒരു രോഗാവസ്ഥ പിടിപെട്ടു. ഒരു വയ്യായിക വന്നു. അതായത് അതിന്റെ കൃത്യം പേര് ഞാൻ മറന്നുപോയി. ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം വരുന്ന തരത്തിലുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു രോഗം. അതായത് ഈ രോഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ട്രീറ്റ്മെന്റ് ഇല്ല. രണ്ടാമത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ ഇങ്ങനെ, ഓരോ കോശങ്ങൾ ഇങ്ങനെ നശിച്ച് പോകും. അതിന് പ്രത്യേകിച്ച് പ്രതിവിധിയോ ട്രീറ്റ്മെന്റോ ഒന്നുമില്ല. അങ്ങനെ ഒരു അപൂർവ രോഗം ഈ കുട്ടിക്ക് പിടിപെട്ടു. അങ്ങനെ പെട്ടെന്ന് രോഗാവസ്ഥ അറിഞ്ഞു. ചികിത്സ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള, പ്രത്യേകിച്ച് ഇതിനൊരു ചികിത്സ ഇല്ല, അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. അപ്പോഴത്തേക്ക് ഇവള് തീർത്തും വയ്യാതെ കിടപ്പായി, ആശുപത്രിയിലായി. പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിക്ക് ഒരു രീതിയിലും ഈ രോഗാവസ്ഥ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്ഥിതിയായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും അല്ലാത്ത സമയത്തും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണ്. സ്കൂളിൽ പഠിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിരുന്നു. അതിനുശേഷം കോളേജിൽ പഠിച്ച സമയത്ത് ഇവൾ ജീസസ് യൂത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ എല്ലാ സമയത്തും ആത്മീയമായിട്ട് ദൈവത്തോട് വളരെ ചേർന്ന് ജീവിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു രോഗാവസ്ഥ വന്നപ്പോൾ ഇവൾക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആരെയും കാണാനായിട്ട് താല്പര്യമില്ല. അമ്മ മാത്രം ആശുപത്രിയിൽ നിൽക്കുന്നതാണ് ഇവൾക്ക് ഇഷ്ടം. വേറെ ആരും, വീട്ടിലുള്ളവർ പോലും കാണാൻ വരുന്ന ഇഷ്ടമില്ല. വിസിറ്റേഴ്സ് ആരും വേണ്ടെന്ന് ഇവർ പറഞ്ഞു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവൾ അമ്മയോട് ചോദിക്കും, അമ്മ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ചികിത്സ പോലും ഇല്ലാത്ത ഒരു രോഗം ഈശോ എനിക്ക് തന്ന എന്തുകൊണ്ട്? അപ്പൊ അമ്മയ്ക്കൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. അപ്പൊ അമ്മ ഈ മകളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തും. അമ്മ പറഞ്ഞു, നിനക്ക് ധാരാളം അച്ഛന്മാരെയൊക്കെ അറിയാമല്ലോ, നിനക്ക് ഈ രോഗമാണെന്ന് അറിഞ്ഞ സമയം മുതൽ ഞാൻ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഫോൺ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം പേര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ നിസ്സഹായ അവസ്ഥയിൽ ഈശോ നിന്റെ കാര്യത്തിൽ ഇടപെടും. അമ്മ മകളെ
ധൈര്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഇവളിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ധൈര്യപ്പെടുത്തലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മനസ്സിൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ദിവസം ഇവളിങ്ങനെ ഭയങ്കരമായി വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേച്ചി വീട്ടിൽ പോയി രാവിലെ ഡ്രസ്സൊക്കെ കൊണ്ട് ആശുപത്രിയിൽ ഇവളുടെ കൂടെ നിൽക്കാനായിട്ട് വന്നിട്ട് മകളോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇന്ന് പോരുന്ന വഴിക്ക് ഭരണങ്ങാനത്ത് പോയി അൽഫോൻസാമയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. ഞാൻ അൽഫോൻസാമയുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യം നേർന്നിട്ടാണ് വരുന്നത്. ഞാൻ നേർന്നത് ഇങ്ങനെയാണ്, നീ ഈ രോഗമൊക്കെ സുഖപ്പെട്ട് ജർമ്മൻ ഭാഷ പഠിച്ച് പൂർത്തിയാക്കി ജർമ്മനിയിൽ പോയി അവിടെ ഒരാശുപത്രിയിൽ നേഴ്സായി നേഴ്സിന്റെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അൽഫോൻസാമയുടെ കബറിടത്തിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് ഞാൻ നേർന്നിട്ടാണ് വരുന്നത്. അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഈ ചേച്ചി പെട്ടെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, 1.5 വർഷം കൊണ്ട് ദൈവം ഈ നേർച്ച നിറവേറ്റാനായിട്ടുള്ള അവസരം ഈ അമ്മയ്ക്ക് ദൈവം ഉണ്ടാക്കി കൊടുത്തു. 1.5 വർഷം. ജർമ്മൻ ഭാഷ പഠിച്ചു തീർക്കണമെങ്കിൽ തന്നെ 1 കൊല്ലം എടുക്കും. 1 കൊല്ലം. കാരണം തോക്കാതെ പഠിച്ചാൽ, തോറ്റാൽ വീണ്ടും ഈ 2 മാസം വീണ്ടും മുന്നോട്ട് പോകും. ഈ കുട്ടി ചുരുങ്ങിയ സമയം കൊണ്ട് മാസങ്ങൾക്കുള്ളിൽ രോഗത്തിൽ നിന്നും ഭേദപ്പെട്ടു. എന്നിട്ട് ജർമ്മൻ ഭാഷ പഠിച്ചു. ഇവൾക്ക് ആ ഓരോ പ്രാവശ്യവും പരീക്ഷ എഴുതി ജയിച്ചു. ജർമ്മനിയിൽ പോയി. എന്നിട്ട് ചേച്ചി പറഞ്ഞത് ഇതാണ്, ഒരു കാലിന് മാത്രം നടക്കുമ്പോൾ ഒരു കുറച്ചിങ്ങനെ ഏന്തി വലിയുന്നത് പോലെയുള്ള ഒരു ചെറിയൊരു അസ്വസ്ഥത മാത്രമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയറായി. ആശുപത്രിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രോഗികളെ നോക്കാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. ഒരു കാലിന് മാത്രം ചെറിയൊരു അസ്വസ്ഥതയുണ്ട്, അതും താമസിക്കാതെ മാറും. ഫിസിയോതെറാപ്പി പോലെ എന്തോ ചെയ്യുന്നുണ്ട്. ആ കാര്യവും ഈശോ മാറ്റുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് അച്ഛാ. അത്രമാത്രം ദൈവം ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു രോഗം നമ്മുടെ ശരീരത്തിലാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. ഇന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുവാനായിട്ട് പിശാച് ആദ്യമേ തന്നെ കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിരാശയാണ്. ഇനി നീ രക്ഷപ്പെടാനേ പോകുന്നില്ല, ഈ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനേ പോകുന്നില്ല. പിശാച് പ്രത്യേകം പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ വിശ്വാസത്തോടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇനി നമുക്കല്ല ഒരു ബുദ്ധിമുട്ടെന്ന് വിചാരിക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണോ? നമ്മൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ശക്തിപ്പെടുത്തണം. ഈശോ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31 മുതലുള്ള വചനങ്ങളിൽ ഈശോ പറയുകയാണ്, ശിമയോൻ പത്രോസ്ലിഹായെ വിളിക്കുകയാണ്, ഇതാ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, നിന്റെ വിശ്വാസം തകരാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരിച്ചു എന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. നമ്മൾ തന്നെ നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കണം, ബാക്കിയുള്ളവരെ നമ്മൾ ശക്തിപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പിശാചിന്റെ പ്രലോഭനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നമ്മളെ അകറ്റുക എന്നുള്ളതാണ്. ദൈവത്തിൽ നമ്മളെ അകറ്റുക, ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ പ്രലോഭനം. ഞാൻ കുറച്ച് നാളുകൾക്ക് ഇന്ന് നമ്മുടെ എത്രമാത്രം കുട്ടികളാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിലെല്ലാം പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള ഈ വിശ്വാസത്തെ പിശാച് നമ്മുടെ ഹൃദയത്തിൽ നിന്നും താറുമാറാക്കി മാറ്റുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ഏതാണ്ട് ഈ ഒരു സമയത്താണെന്ന് തോന്നുന്നു, ഒരു കൺവെൻഷൻ നടക്കുകയാണ്, ഒരു മരിയൻ കൺവെൻഷൻ. അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ കൺവെൻഷനും ധ്യാനവും ഒക്കെ നടക്കുന്ന സമയത്ത് ഇടവകകളിൽ പള്ളിയിലാണ് സാധാരണ ആൾക്കാരെ കണ്ട് പ്രാർത്ഥിക്കുക. വേറെ എവിടെയും അങ്ങനെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കാറേ ഇല്ല. അപ്പോൾ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഒരു പ്രത്യേകമായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമുണ്ട്, അച്ഛന് സമയമുണ്ടെങ്കിൽ ആ വീട്ടിൽ വരെ ഒന്ന് പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് എന്നെ ഒരു ചേട്ടൻ വന്ന ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോവുകയാണ് വീട്ടിലേക്ക്. ആ പോകുന്ന വഴിക്ക് ഞാൻ ചേട്ടനോട് ചോദിച്ചു, എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ പെൺകുട്ടിക്ക് പ്രാർത്ഥിക്കേണ്ട പെൺകുട്ടി വീട്ടിൽ വളരെ ഒരു മരണകരമായ ഒരു അപകടനില തരണം ചെയ്ത് കിടക്കുകയാണ്. ഇപ്പൊ കുറച്ച് ബെറ്റർ ആണ്, പക്ഷെ എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് അപകടനില എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഞാൻ ചുരുക്കി പറയാം. ഈ പെൺകുട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ, ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോയ സമയത്ത് അവിടെയുള്ള വേറെ ജാതിയിൽപ്പെട്ട ഒരു പയ്യനുമായി സ്നേഹബന്ധത്തിലായി. വീട്ടുകാർ ശക്തമായിട്ട് എതിർത്തു.
ഒരു സാധാരണ പാവപ്പെട്ട കുടുംബമാണ്. ഈ ടൈലിന്റെ വർക്കിന് പോവുകയാണ് അപ്പനും സഹോദരനും, 2 മക്കള്, അപ്പനമ്മ, ഇതാണ് കുടുംബം. ഈ ടൈൽസിന്റെ വർക്കാണ് അപ്പനും സഹോദരനും ചെയ്യുന്നത്. അവരെന്തെങ്കിലും ജോലി ചെയ്താലാണ് കുടുംബത്തിലുള്ളത്. പിന്നെ ഈ പെൺകുട്ടി ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോയ സമയത്ത് അവളുടെയും വരുമാനം വളരെ ഇങ്ങനെ തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിലുള്ളത്. ഈ സമയത്ത് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട്, ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് സ്നേഹബന്ധത്തിലായി. വീട്ടുകാർ ശക്തമായിട്ട് എതിർത്തു. ഇവരുടെ എതിർപ്പിനെ ഇവള് വകവെച്ചില്ല. ഇവള് വീട്ടുകാരുടെ എതിർപ്പിനെ വകവെക്കാതെ ആ പയ്യന്റെ കൂടെ പോയി. അങ്ങനെ പോയി ഇവനെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവൾക്ക് ശരിക്കും ഇവൻ ആരാണെന്നുള്ള ഒരു ബോധ്യം കിട്ടിയത്. ആദ്യം ആ പുറമേയുള്ള പരിചയപ്പെടലും കാണലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5-6 മാസത്തെ ഒരു പരിചയം. പെട്ടെന്ന് തന്നെ ഇവര് സ്നേഹത്തിലായി, അടുപ്പത്തിലായി, വിവാഹം അങ്ങനെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് പോയി. വീട്ടുകാരെ എതിർത്തിട്ട് അത് വകവെച്ചില്ല. അങ്ങനെ പോയി ഇവന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാകുന്നത് ഇവന് പല ലഹരികളുടെ ഒരു അഡിക്റ്റാണ് ഇവൻ. ഒന്ന്. രണ്ടാമത് ഇവൻ ഒരു വലിയ സംശയ രോഗിയാണ്. ഈ പെൺകുട്ടി ആരോട് സംസാരിക്കാൻ പാടില്ല. ഇതാണ് ഇവന്റെ ചില നിബന്ധനകൾ. ഫോൺ വിളിക്കാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കാം, ഒരു കടയിൽ, ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ആരോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? ഇവനും ആ ജോലി, ആ ഒരു സ്ഥലത്ത് 2 പേരും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ഇവൻ വേറെ ഏതോ ജോലിക്ക് പോയി. ഈ പെൺകുട്ടി അവിടെ തന്നെ ജോലി ചെയ്യുന്നു. അതിനിടയിൽ ഇവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് ഒരു 3 വയസ്സ് പ്രായമായി. അപ്പോൾ മിക്ക ദിവസങ്ങളിലും വഴക്കാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെയൊക്കെ എതിർപ്പ് വകവെക്കാതെ പോയിട്ട് ഇവൾ സ്വന്തം വീട്ടിലേക്ക് വന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വീട്ടുകാര് സ്വീകരിച്ചു. അങ്ങനെ ഇവള് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകും. ചിലപ്പം അവൻ കുറച്ച് മയപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ അടുത്ത് പോകും. അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഇവൻ കുട്ടിയെ വന്ന് ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങി, എന്തോ അത്യാവശ്യത്തിനാണെന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് കൊണ്ടുപോയി. അതിനുശേഷം തിരിച്ച് ഒരു സ്ഥലത്ത് വന്നാൽ, നമ്മുടെ ഈ ജില്ലയിൽ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഒരു സ്ഥലത്ത് വന്നാൽ കുട്ടിയെ തന്നേക്കാമെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി ഒരു ബന്ധുവായിട്ടുള്ള ഒരു പയ്യന്റെ കൂടെ സ്കൂട്ടറിന് ഈ കുട്ടിയെ മേടിക്കാനായിട്ട് ചെന്നു. അവിടെ വെച്ച് ഈ പെൺകുട്ടിയെ ഭർത്താവ് ഒരു കത്തി ഉപയോഗിച്ച് കണ്ടമാനം കുത്തി. അതായത് പല രീതിയിൽ. എന്നിട്ട് അസ്ട്ര മെഡിസിറ്റിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തി. ദൈവത്തിന്റെ കരുണ കൊണ്ട് ജീവൻ രക്ഷിക്കപ്പെട്ടു. അതും ആ രീതിയിൽ 7-8 ലക്ഷം രൂപ ചെലവായി. എന്നിട്ട് ഈ ട്രീറ്റ്മെന്റ്, നമ്മൾ ആ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കുടുംബത്തിന്റെ അവസ്ഥ, ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്ത ഇതായിരിക്കും: നമ്മുടെ വിശ്വാസത്തിൽ തന്നെ പെട്ടവരെ വിവാഹം കഴിച്ചാൽ അവിടെ പ്രശ്നങ്ങളില്ലേ, വഴക്കില്ലേ, അസ്വസ്ഥതകളില്ലേ, ഇതുപോലെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലേ? കാണുമായിരിക്കും, അല്ലെങ്കിൽ ഉണ്ട്. ഞാൻ ഇതുപോലെയുള്ള അനേകം കുട്ടികൾ ഇതുപോലെയുള്ള തെറ്റായ സ്നേഹബന്ധമായിട്ട് വരുമ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: പ്രിയപ്പെട്ടവരെ, നിനക്ക് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നീ പോയി കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ പിന്നെ ഈശോയുടെ കൂദാശ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇത് ചോദിക്കുമ്പോൾ പലർക്കും മറുപടിയില്ല. കുനിഞ്ഞിരിക്കുകയാണ് പലരും ചെയ്യുക, ഇങ്ങനെ തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് പോകും. ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ഇങ്ങനെ 2 വിഭാഗത്തിൽപ്പെട്ട ഒരു വിവാഹം കഴിച്ചു, ഏത് വിശ്വാസത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തും? നമുക്ക് നമ്മുടെ പൂർവികർക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരു വിധത്തിൽ നമ്മൾക്ക് കിട്ടി കുറച്ച്. അടുത്ത തലമുറയ്ക്ക് എന്ത് കിട്ടും? അവരെ വിശ്വാസം ഇല്ലാതെയോ ഒന്നുമില്ലാതെയോ യുക്തിവാദികളെ പോലെയോ നിരീശ്വരവാദികളെ പോലെ ഇങ്ങനെ നടക്കും. ആ മക്കളുടെ ആത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും? ആരുത്തരം പറയും ദൈവത്തിന്റെ സന്നിധി? അപ്പൻ അല്ലെങ്കിൽ അമ്മ എന്നുള്ള നിലയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട അവസ്ഥ വരികയില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഏതെങ്കിലും യുവതിവാക്കന്മാരായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ ഈശോയുടെ സന്നിധിയിൽ ഓർക്കുക, കർത്താവ് ചില കാര്യങ്ങൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ദൈവം നമ്മൾക്ക് വേറെ ഒരു രീതി എന്ന് പറഞ്ഞ് ദൈവം നമ്മൾ അനുവദിച്ചിട്ടില്ല. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്കായി യേശു എന്ന ഏകനാമമല്ലാതെ ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആരോടും ശത്രുത വേണ്ട, ആരെയും വെറുക്കാൻ പോകണ്ട.
പക്ഷെ ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല ഉൾപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നവർ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം മാതാപിതാക്കളുടെ ഒരു വേദന എന്ന് പറഞ്ഞ മക്കളെ കുറിച്ചാണ്. അനേകം മാതാപിതാക്കളുടെ വിഷമം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയല്ല. സാമ്പത്തിക മേഖലയിൽ നമ്മൾ പണ്ടത്തെക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ടു. വിശ്വാസം നമുക്കില്ലാതെ പോയാൽ ഈശോ ഇല്ലാത്ത ഒരു ജീവിതം നമ്മൾ മനസ്സിലാക്കുക. ഈശോ ഇല്ലാത്ത ഒരു മരണം, ഈശോ ഇല്ലാത്ത മരണശേഷമുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക. എന്താ നമുക്കുള്ളത്? അപ്പൊ ചില ആൾക്കാരുടെ മനസ്സിൽ എന്താണ്? അതൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കളെ ശക്തിപ്പെടുത്തണം. മക്കൾ വിദേശത്ത് പോകാനും ജോലി കിട്ടാനും അല്ലെങ്കിൽ വിവാഹം നടക്കാനും അല്ലെങ്കിൽ പരീക്ഷ ജയിക്കാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ അതിനേക്കാൾ ഉപരിയായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വരും തലമുറയിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കരമുയർത്തി പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ നന്ദി പറയണം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മുടെ സങ്കടമൊക്കെ കർത്താവിനോട് പറയും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പരീക്ഷയുടെ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുറച്ച് പ്രധാനപ്പെട്ട ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക. പരീക്ഷയുടെ ദിവസങ്ങളിൽ അവർ പള്ളിയിൽ വന്ന സാധാരണ പോലെയാണോ നിങ്ങൾ നോക്കുക? അല്ല, അവർ പള്ളിയിൽ വന്നാൽ കൂടുതൽ പ്രാർത്ഥിക്കും. പള്ളിയിൽ കഴിഞ്ഞു പോയാൽ അവർ ചിലപ്പം വിശുദ്ധൻ്റെ അടുത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി തൊട്ടും ഒക്കെ പ്രാർത്ഥിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? പരീക്ഷയുടെ സമയമാകുമ്പോൾ. എന്നാൽ പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഈ തൊടലും സ്നേഹവും പ്രാർത്ഥനയും വിശുദ്ധൻ്റെ അടുത്ത് പോകലും അല്ലെങ്കിൽ ഈശോയുടെ അടുത്ത് കുറച്ച് നേരം കൂടി ഇരിക്കലും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇത് പണ്ട് ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം ആ സ്നേഹവും താല്പര്യവും. പരീക്ഷ വരുമ്പോഴുള്ള ആ ഒരു ഭക്തിയും പ്രാർത്ഥനയും പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് കിട്ടി കഴിയുമ്പോഴും നമുക്കുണ്ടോ കർത്താവിനോടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ബലഹീനതയാണ് നന്ദിയില്ലായ്മ. പ്രത്യേകിച്ച് ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ള കർത്താവിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം പ്രിയപ്പെട്ടവരെ? നന്ദിയില്ലാത്തൊരു ജനമായിരുന്നു അവർ പെട്ടെന്ന് മറന്നുപോകും. അവരുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മറവിയാണ്. കർത്താവ് കൊടുത്ത് എല്ലാം മറക്കും, എന്നിട്ട് പിറുപിറുക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, സംഖ്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. ധാരാളം കാര്യങ്ങൾ ദൈവം കൊടുത്തു. ഒരു കാര്യത്തെക്കുറിച്ച് നന്ദിയില്ല. എന്റെ എന്തോ കഴിവുകൊണ്ട് നേടിയെടുത്താണെന്നുള്ള ഒരു ഭാവത്തിലാണ് ഇസ്രായേൽക്കാരുടെ ജീവിതം. എന്നിട്ടോ അവർക്കൊരു കാര്യം കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വാശിയും പിറുപിറുപ്പും എല്ലാം ഉണ്ടാവും. കർത്താവ് നിറച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് പെട്ടെന്ന് മറന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സങ്കീർത്തനം 103-ാമത്തെ സങ്കീർത്തനം അതിന്റെ 2 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ഈ വചനങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. സങ്കീർത്തനം 103:2 മുതലുള്ള വചനങ്ങൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നും മറക്കരുത്. സങ്കീർത്തനം പറയുകയാണ്, എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ പലരുടെയും ജീവിതത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് മറവി. എന്നിട്ട് മറക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ എന്ത് കിട്ടും? അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നന്ദി പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ അധ്യായം സങ്കീർത്തനത്തിലെ വായിക്കുക. സങ്കീർത്തനം 103 അവിടെ പറയുകയാണ്: അവിടുന്ന് നീ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കും, രോഗം സുഖപ്പെടുത്തും, നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കും, സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കും, നിന്റെ ജീവിതം കഴുകന്റേതുപോലെ നവീകരിക്കും, നിനക്ക് അവിടുന്ന് നീതി നടപ്പാക്കി തരും. അനുഗ്രഹത്തിന്റെ ഒരു ലിസ്റ്റ് തന്നെ സങ്കീർത്തനം 103 പറയുകയാണ്. നീ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ ഇടപെടും. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 16-ാമത്തെ അധ്യായത്തിൽ
അപ്പസ്തോലനായ പൗലോസും പൗലോസിന്റെ കൂടെ ഉള്ള സീലാസ് എന്ന് പറയുന്ന ഒരു സഹോദരനും കൂടി ഒരു സ്ഥലത്ത് പോയി ഈശോയെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് അവരെ അവിടെയുള്ള ഭരണാധികാരികൾ പിടികൂടി. എന്നിട്ട് ശക്തമായ രീതിയിൽ അവരെ ചമ്മട്ടി കൊണ്ട് അടിച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവരെ കാരാഗൃഹത്തിൽ അടച്ചു. അപ്പസ്തോല പ്രവർത്തനം 16-ാമത്തെ അധ്യായത്തിൽ. അതായത് പകൽ സമയം മുഴുവൻ ചമ്മട്ടിയടി, പിന്നെ ഒരു ഭക്ഷണവും കൊടുത്തിട്ടില്ല. ഈ ശരീരത്തിൽ മുഴുവൻ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഇന്നത്തേതുപോലെ വെറും ഒരു കയ്യിലുള്ള ഒരു വിലങ്ങല്ല. അന്നത്തെ കാലത്ത് ശരീരം മുഴുവൻ വളരെ വെയിറ്റ് ഉള്ള തൂക്കമുള്ള ചങ്ങല കൊണ്ട് ഇങ്ങനെ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ഇവരെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. അർദ്ധരാത്രിയോടടുത്തപ്പോൾ, അതായത് പാതിരാ സമയത്ത് പൗലോസും സീലാസും ഇവര് രണ്ടുപേരും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. പൗലോസും സീലാസും കീർത്തനം പാടി അർദ്ധരാത്രിയിൽ രണ്ടുപേര് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ തൊട്ടടുത്ത വാക്ക് ഇങ്ങനെയാണ്, കാരാഗ്രഹ അധികാരികൾ അത് കേട്ടുകൊണ്ടിരുന്നു. അതായത് രണ്ടുപേര് ദൈവത്തെ ഇങ്ങനെ കീർത്തനം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ് രണ്ടുപേര്. അവരുടെ അവസ്ഥ എന്താണ്? സന്തോഷമാണോ? അല്ല. ശരീരത്തിൽ മുഴുവൻ ചമ്മട്ടിയടി ഏറ്റ്, ശരീരം മുഴുവൻ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് ഇങ്ങനെ അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, ഇവിടെ ആൾക്കാർ ധ്യാനത്തിന്റെ സമയത്ത് ഇവിടെ ഇരുന്ന് ഉറങ്ങും. അപ്പൊ പിന്നെ ചമ്മട്ടിയടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങേണ്ട കാര്യം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? രാത്രിയാണ്, അതും ബോധം കെട്ട് ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ ഇതാ രണ്ടുപേരെ ഉറക്ക സ്തുതിക്കുകയാണ്. അവരുടെ സ്തുതിപ്പ് കേട്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അവര് ദൈവത്തെ നന്ദി പറഞ്ഞ് അല്ലെങ്കിൽ സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി എത്ര ഉറക്കെയായിരിക്കും, എത്ര ശക്തമായിട്ടായിരിക്കും. ഇനി പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ രണ്ടുപേര് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അവിടെ പറയുന്നത്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? പറയുകയാണ്, പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. നമ്മൾ എത്രയോ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, ഞാനും നിങ്ങളും എന്തെങ്കിലും കുലുക്കം ഉണ്ടാകുന്നുണ്ടോ? എന്തെങ്കിലും അനക്കം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ വെറുതെ ചിന്തിച്ചു നോക്കുക. കുടുംബ പ്രാർത്ഥന, നമ്മൾ ഓരോ സ്ഥലത്തും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ പ്രാർത്ഥന രീതി ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ഒന്നുമല്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. രണ്ടുപേര് ഈ വേദനയുടെ ഇടയിൽ ഈ ചങ്ങലയുടെ കെട്ടിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ വേറെ ആർക്കും ആ ജയിലിന്റെ അകത്ത് ഉറങ്ങാൻ പറ്റിയില്ല. അത്രയും താല്പര്യത്തോടെ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞു. അപ്പൊ പറയുകയാണ്, കാരാഗ്രഹത്തിന് അടിത്തറ കുലുങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളുടെ അടിത്തറ കുലുങ്ങാതെ അതിങ്ങനെ കെട്ടുപാടായിട്ട് അങ്ങനെ തന്നെ കിടക്കുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ ദൈവത്തെ വിളിക്കുന്നതിന്റെ പവർ അതാണ്. നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാരം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. നമ്മുടെ ഭാരം നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. സങ്കീർത്തനം 55:22 ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. സങ്കീർത്തനം 55:22. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ ഭാരം ഇപ്പൊ എവിടെയാ ഉള്ളത്? നമ്മൾ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ക്ഷീണിച്ച് തളർന്ന് ഈ ഭാരം കൂടിക്കഴിയുമ്പോൾ ശരീരത്തിലും നമ്മൾ രോഗിയാവും. ടെൻഷൻ, BP. വചനം പറയുകയാണ്, നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങും. കർത്താവ് താങ്ങി പിടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളിങ്ങനെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. പരമാവധി പറ്റുന്നവരോടൊക്കെ പറയും കുറച്ച് ആശ്വാസം കിട്ടാൻ. പക്ഷെ ശരിക്കും ആശ്വാസം എവിടെയാണ്? ഈശോയുടെ അടുത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നുമില്ല. ഒരിക്കൽ ഒരു പെൺകുട്ടി മലബാറിൽ കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അവള് ഒരു താമസിച്ചുള്ള ധ്യാനം കൂടുവാനായിട്ട് പ്രിയപ്പെട്ടവരെ അട്ടപ്പാടി സഹീവൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. അപ്പോൾ അവള് ധ്യാനം കൂടാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി താമസിച്ചുള്ള ധ്യാനം 5 ദിവസം കൂടിയപ്പോൾ പ്രാർത്ഥിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവളുടെ അമ്മയ്ക്ക് ഒരു അലർജി രോഗമുണ്ട്. അലർജി രോഗം എന്ന് പറഞ്ഞാൽ ഈ കൈയുടെ അകത്തെ തൊലി, സോപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിറ്റർജന്റ് എന്ത് സാധനം കയ്യിൽ പറ്റിയാലും കൈയുടെ അകത്തെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരും. എന്നിട്ട് ഒരു 2-3 ആഴ്ച എടുക്കും ഇതൊന്ന് ഉണങ്ങിക്കൂടാനായിട്ട്. നമുക്കറിയാം, കൈയുടെ അകത്തെ സ്കിൻ എന്ന് പറഞ്ഞാൽ അല്ലാത്ത ശരീരഭാഗം പോലെയല്ല, നല്ല കട്ടിയുള്ളതാണ്. പിന്നെ ഒന്ന് ഉണങ്ങിക്കൂടി വരണമെങ്കിൽ ദിവസങ്ങൾ എടുക്കും. ഒരു 3 ആഴ്ച എടുക്കും എന്നാണ് പറഞ്ഞത്. 13 വർഷമായിട്ട് ഈ അലർജി രോഗമാണ് അമ്മയ്ക്ക്. അപ്പോൾ വീട്ടിലത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കയ്യിലെ തൊലി പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം അപ്പനും മക്കളും കൂടി ചെയ്യണം.
ഇതിങ്ങനെ 13 കൊല്ലമായിട്ട് ഇവള് കാണുകയാണ്. സോപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കയ്യിൽ പറ്റിയാലും ഈ അലർജി ആയിട്ട് തൊലി പൊളിഞ്ഞു പോരും. അപ്പോൾ ഈ ധ്യാനത്തിന്റെ സമയത്ത് വന്ന് പ്രാർത്ഥിച്ച് ധ്യാനം കഴിഞ്ഞ് ഇവൾ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ അലർജി ഈശോ സുഖപ്പെടുത്തി. ഉടനെ തന്നെ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ അമ്മയും മകളും കൂടി അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് വീണ്ടും പോകണം അവരുടെ വീട്ടിലേക്ക്. ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. അവിടെ നിന്ന് ഒരു ദിവസത്തെ യാത്രയുണ്ട് പാലക്കാട് അട്ടപ്പാടി വരെ വരാൻ. ഒരു ദിവസം രാവിലെ ഈ രോഗം സുഖപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ ഒരാഴ്ചക്കുള്ളിൽ ഒരു ദിവസം രാവിലെ അവിടുന്ന് വണ്ടി പിടിച്ച് അവര് അട്ടപ്പാടിയിൽ വന്ന് ഒരു ദിവസം അവിടെ തങ്ങി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചുപോയി. വേറെ ധ്യാനം കൂടാൻ വന്നതല്ല, ഈ സൗഖ്യം ഈശോ തന്നതിന് നന്ദി പറയാനായിട്ട് മാത്രം അവര് വന്നു. അങ്ങനെ നന്ദി പറഞ്ഞ് ഇവര് തിരിച്ചു വീട്ടിൽ ചെന്നു. പ്രിയപ്പെട്ടവരെ, 2 ആഴ്ചക്കുള്ളിൽ ദൈവം അവരുടെ കുടുംബത്തിൽ വേറൊരു അനുഗ്രഹം കൊടുത്തു. എന്താണെന്ന് ചോദിച്ചാൽ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ജോലിയും കിട്ടാതെ നല്ല മാർക്കോടെ പാസ്സായ ഈ പെൺകുട്ടിയുടെ സഹോദരൻ നിൽക്കുകയാണ്. തമിഴ്നാട്ടിൽ ഈറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചു, പാസ്സായി. ഇവനേക്കാൾ മാർക്ക് കുറവുള്ള ചില കുട്ടികൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തിയിട്ട് അവർക്കൊക്കെ സെലക്ഷൻ കിട്ടി, ജോലിക്ക് ഇവന് കിട്ടിയില്ല. വീട്ടിൽ നിൽക്കുകയാണ്. ഏകദേശം 2 വർഷത്തോളമായി പഠനം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഫോണിൽ കൂടി ഇന്റർവ്യൂ നടത്തി ഗൾഫിലുള്ള ഒരു നല്ല കമ്പനിയിൽ ഇവന് ജോലി കിട്ടി. 2 ആഴ്ചക്കുള്ളിൽ ഈ കാര്യം ഇവരറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒറ്റ മാസത്തിന്റെ ഉള്ളിൽ പാസ്പോർട്ടിൽ വിസ അടിച്ചു വന്നു. എന്നിട്ട് ഈ അമ്മയും മകനും മകളും ഇവര് 3 പേരും ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട് തന്നെ. നമ്മൾ ഓർക്കണം, ഈ നമ്മുടെ പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് വരുന്ന ദൂരമല്ല, ഒരു ദിവസത്തെ യാത്രയുണ്ട്. രാത്രി പോകുന്ന രാവിലെ എത്തുള്ളൂ, രാവിലെ പോകുന്ന വൈകുന്നേരം എത്തുള്ളൂ. നന്ദി പറയാനായിട്ട് മാത്രം ഇവർ അത്രയും യാത്ര ചെയ്തു വന്നു. അങ്ങനെ തിരിച്ചു ചെന്നു. പ്രിയപ്പെട്ടവരെ, 1 മാസം കഴിഞ്ഞപ്പോൾ അതേ കുടുംബത്തിൽ ഈശോ വേറൊരു അനുഗ്രഹം കൊടുത്തു. അതായത് 30 കൊല്ലത്തിലധികമായിട്ടുള്ള ആ വീട്ടിലെ കുടുംബനാഥന്റെ പുകവലി ശീലമാണ്. ഒരു ദിവസം ചേട്ടന് തോന്നുകയാണ്, ഇനി അങ്ങോട്ട് വലി നിർത്തിയേക്കാം. പിടിച്ചു നിർത്തിയതുപോലെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ ആ പുകവലി ഉപേക്ഷിച്ചു. 30 കൊല്ലമായിട്ടുള്ള ദുശീലമാണ്. ഒരു ദിവസം ചേട്ടൻ തോന്നുകയാണ്, ഇനി വലിക്കണ്ട. അപ്പോൾ ഇവർ കുടുംബസഹിതം അവിടെ ഒരു ഏകദിന ധ്യാനത്തിന് വന്ന് പങ്കെടുത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. അപ്പൊ ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു ചേട്ടൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അതായത് ഈ അലർജി മാറി, ഇവന് ജോലി കിട്ടി, ചേട്ടന്റെ പുകവലി മാറി. ഉടനെ ഇവരുടെ വീടിന്റെ അടുത്തുള്ള ബന്ധുവായ ചേട്ടൻ ഇവരുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി അട്ടപ്പാടിയിൽ പോകുന്ന സമയത്ത് എൻ്റെ റോഡ് സൈഡിലുള്ള ഒരു 15 സെന്റ് സ്ഥലം, ഒരു പ്ലോട്ട്, നല്ല സ്ഥലമാണ്, വിൽക്കാൻ ഇട്ടിരിക്കുന്നത്, കുറെ കാലമായിട്ട് വിൽപ്പന നടക്കുന്നില്ല, അതിന്റെ തടസ്സം മാറാനായിട്ട് കൂടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ഇവരോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇവര് അവിടെ വന്ന സമയത്ത് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കാര്യത്തിൽ ഈശോ ഇടപെട്ടു. എന്നിട്ട് ഈ 4-5 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ മകളും അമ്മയും കൂടി ഒരു ആദ്യ വെള്ളിയാഴ്ച ദിവസം അവിടെ സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരനുഗ്രഹം കിട്ടി. ഈശോയ്ക്ക് വന്ന് നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് അടുത്ത ഒരു കാര്യത്തിൽ ദൈവം ഇടപെട്ടു. ഉടനെ കിട്ടിയ അനുഗ്രഹത്തിന് വീണ്ടും വന്ന് നന്ദി പറഞ്ഞു. അപ്പോൾ അടുത്തൊരു കാര്യത്തിൽ ഇടപെട്ടു. സ്നേഹമുള്ളവരെ, എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു നേർച്ച നേർന്നിട്ട് പോലും ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാധിക്കുമായിട്ടും ഒരു നന്ദി പറയാതെ അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ എടുത്ത ഒരു തീരുമാനം പാലിക്കാതെ മാറി നടക്കുന്നവരുണ്ട്. അവർക്ക് കാര്യം സാധിച്ചു കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിന് അടുത്ത കാര്യം വരുമ്പോൾ മതി ദൈവം എന്നുള്ള ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നന്ദി പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് അടുത്ത ഒരു കാര്യത്തിൽ ഇടപെടും. ബൈബിളിൽ തന്നെ നമ്മൾ നോക്കിക്കേ, ഈശോ എല്ലാ സമയത്തും പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയത്ത് കർത്താവ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഓരോ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത്. കൃതജ്ഞതാസ്തോത്രം എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞ് സ്തുതിച്ചു എന്നാണ്. നന്ദി പറഞ്ഞ് സ്തുതിച്ചു. എപ്പോഴാണ്? അത്ഭുതം പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോഴല്ല, അനുഗ്രഹം കിട്ടുന്നതിന് മുൻപ് അഡ്വാൻസ് ആയിട്ട് കർത്താവ് നന്ദി പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് ഈശോ എന്താ പറഞ്ഞത്? കല്ലറയുടെ മുൻപിലെത്തിയിട്ട് കർത്താവ് പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നു. എങ്കിലും ഈ മനുഷ്യർ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ലാസറെ പുറത്തു വരിക. നമ്മളത് ആലോചിച്ച് നോക്കിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ.
കർത്താവ് എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈശോയുടെ ഒരു സ്വഭാവമായിരുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നന്ദി പറഞ്ഞു കഴിയുമ്പോൾ, കണ്ണീരോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, നമ്മളെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ, വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചു കഴിയുമ്പോൾ ഈശോ നമ്മുടെ കാര്യത്തിൽ ഇടപെടും.